ലെറ്റ് സ്റ്റാർട്ട്. ആക്ച്വലി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് പുതിയ ആളുകളുമുണ്ട്. ഇന്ന് നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ലെറ്റ് മി ടെൽ യു ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. അതായത് ഈ ഒരു ഏരിയയിൽ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ ആദ്യത്തെ ലെക്ചർ എന്നുള്ള രീതിയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷനാണ്. അതായത് നമ്മളുടെ ICTയുടെ ഭാഗമായിട്ട് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്. ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ഇൻ ഹയർ എഡ്യൂക്കേഷനും ഉണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഹയർ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സ് ഇത് രണ്ടും നമ്മളുടെ സിലബസിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതായത് ഒരുപാട് ക്വസ്റ്റ്യൻ ഏരിയാസ് ഒരുപാട് തവണയായിട്ട് പല തവണയായിട്ട് നമ്മൾ കാണുന്നതാണ്. വളരെയധികം ക്വസ്റ്റ്യൻ ഏരിയാസ് വരുന്നൊരു ടോപ്പിക് കൂടിയാണ് ഹയർ എഡ്യൂക്കേഷനിലെ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഒരു ലെക്ചർ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ 2-3 കാര്യങ്ങൾ ആദ്യമേ പറയാം. അതായത് പുതിയതായിട്ട് നമ്മളുടെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ഈ ഒരു എന്താണ് സിലബസ് എന്നും സിലബസിൻ്റെ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ നമ്മൾ സൺഡേ ഈവനിങ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ബാദുഷ സാറായിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ബാദു സാർ എന്താണ് ഇപ്പോൾ നെറ്റ് ആസ്പിരൻസ് ആണെങ്കിൽ നെറ്റിൻ്റെ ബേസിക് അവയർനെസ് ആ ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട് എങ്ങനെയായിരിക്കും നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്, അതിൻ്റെ റെലവൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും സൺഡേ ഈവനിങ്ങിൽ ഒരു വെബിനാർ എന്നുള്ള രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ദെൻ അതുകൂടാതെ ഈ പേപ്പർ വണ്ണിൽ ലെറ്റ് മി ടെൽ യു 10 ടോപ്പിക്സ് ആണുള്ളത്. ഈ 10 ടോപ്പിക്സ് നമ്മൾ നെറ്റിൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. ഈ 10 ടോപ്പിക്കിൽ ഓരോ ടോപ്പിക്സും നമ്മൾ ഡിഫറെൻറ്റ് സൈക്കിൾസ് ആയിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 5 സൈക്കിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ 5 സൈക്കിളിൽ നമ്മൾ 2 സബ്ജക്റ്റ് വീതം, അതായത് പേപ്പർ 1ൻ്റെ 2 സബ്ജക്റ്റും പേപ്പർ 2ൻ്റെ 2 സബ്ജക്റ്റും അങ്ങനെ ഒരു രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സിലബസ് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. ആ രീതിയിലായിരിക്കും നമ്മളുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ 5 മാസത്തിനുള്ളിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദെൻ ടെൻറ്റേറ്റീവ് ആണ്. ദർ മേ ബി സം ചേഞ്ചസ്. ഇപ്പോൾ ഇൻ കേസ് ഫാക്കൽറ്റീസിന് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഒക്കെ നമുക്ക് വരുത്തേണ്ടി വരും. ബിക്കോസ് ലൈവ് ലെക്ചേഴ്സ് ആയതുകൊണ്ടാണ്. റെക്കോർഡഡ് ആണെങ്കിൽ അങ്ങനെ നമുക്കൊരു പ്രശ്നം വരേണ്ടതില്ല. പക്ഷേ 100% ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി തന്നെ നമ്മുടെ കോഴ്സുകളെല്ലാം ലൈവായിട്ട് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻ കേസ് ലൈവ് സെഷൻസ് മിസ്സാവുന്നവർക്കാണ് നമ്മൾ റെക്കോർഡ് സെഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമതായിട്ട് സെറ്റ് എക്സാമിനേഷൻസിൽ ഈ ഒരു ടോപ്പിക്കിൽ, അതായത് ഞാൻ ഹയർ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സിനെ പറ്റിയാണ് പറയുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ നിന്നും സ്ഥിരമായിട്ട് 1-2 ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് കാണാറുണ്ട്. അതുകൊണ്ട് അത്രയും റെലവൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്റ്റാർട്ടിങ്ങിൽ. ഇത് തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സ് 2 പാർട്ടുകളായിട്ടായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതിൻ്റെ 1ാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ഈ ഈവനിങ്ങിൽ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് റൈറ്റ്. ഒരുപാട് ടൈമൊന്നും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നേരിട്ട് കടക്കാം. ടോട്ടൽ അറൗണ്ട് 45 to 46 ഹയർ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ബിക്കോസ് ഓരോ ടൈമിലും ഡിജിറ്റലായിട്ടും മീൻസ് ഗവൺമെൻറ്റിൻ്റെ ചില ICT ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ICTയുമായി ബന്ധമില്ലാത്ത ചില ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഹയർ എഡ്യൂക്കേഷൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയും ക്വാളിറ്റി അഷ്വറൻസിന് വേണ്ടിയും ഒക്കെ ഒരുപാട് സ്കീമുകൾ ഗവൺമെൻറ് ഇറക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള സ്കീമുകൾ നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 45 to 46 or 47 റേഞ്ചിൽ നമുക്ക് സ്കീമുകളെ കിട്ടും. ആ സ്കീമുകളിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടായിരിക്കും ഡിസ്കസ് ചെയ്യുക. ആദ്യത്തെ പാർട്ടിൽ നമ്മളൊരു 26 സ്കീമുകൾ ഡിസ്കസ് ചെയ്യുന്നു. രണ്ടാമത്തെ പാർട്ടിൽ ബാക്കിയുള്ള 20 സ്കീമുകളും അതോടൊപ്പം പ്രീവിയസ്ലി ചോദിച്ചിരിക്കുന്ന MCQസും എല്ലാം നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ദാറ്റ്സ് ഫൈൻ റൈറ്റ്. എല്ലാവർക്കും ഓക്കെ അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരുപാട് സ്കീമുകളാണ്. സോ ഈ ഒരു ഏരിയ ഡിസ്കസ് ചെയ്യുമ്പോൾ സ്കീം നിങ്ങൾ നോട്ട് ചെയ്യുക ഇഫ് യു വാണ്ട്. ആ സ്കീമിൻ്റെ പേരും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ഈ സ്കീം എന്നുള്ളതും അതായിരിക്കും നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസ് വരിക. സോ ലെറ്റ് മി ടെൽ യു ഫസ്റ്റ് സ്കീം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കീമുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം നമ്മൾ പറയുന്നത് ശ്രേയസ് സ്കീമിനെ പറ്റിയാണ്. ശ്രേയസിൻ്റെ ഫുൾ ഫോം ഇതാണ്: സ്കീം ഫോർ ഹയർ എഡ്യൂക്കേഷൻ യൂത്ത് ഇൻ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽ. സ്കീം ഫോർ ഹയർ എഡ്യൂക്കേഷൻ യൂത്ത് ഇൻ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽ. ഇതാണ് ശ്രേയസ് സ്കീമിൻ്റെ ഫുൾ ഫോം. സോ ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ സ്കീം വഴി നമ്മൾ എൻഷുർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇംപ്രൂവിങ് എംപ്ലോയബിലിറ്റിയാണ്. ഹയർ എഡ്യൂക്കേഷനിലുള്ള ഹയർ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന കുട്ടികളുടെ എംപ്ലോയബിലിറ്റി ഇംപ്രൂവ് ചെയ്യുക. ദി സ്കീം എയിംസ് ടു ഇംപ്രൂവ് ദി എംപ്ലോയബിലിറ്റി ഓഫ് ഇൻട്രൊഡ്യൂസിങ് എംപ്ലോയ്മെൻറ്റ് റെലവൻസ് ടു ദി ലേണിംഗ് പ്രോസസ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. അതായത് ഹയർ എഡ്യൂക്കേഷനിൽ പഠനത്തോടൊപ്പം തന്നെ
എംപ്ലോയ്മെൻറ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുവഴി ജോലി എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് തന്നെ, ഒരു ജോബ് മുൻനിർത്തിക്കൊണ്ട് തന്നെ പഠിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുക. ലിങ്കിങ് എഡ്യൂക്കേഷൻ വിത്ത് ഇൻഡസ്ട്രി, ലൈക്ക് ഒരു എഡ്യൂക്കേഷനും ഇൻഡസ്ട്രിയും തമ്മിൽ ഒരു ക്ലോസ് ലിങ്ക്. എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഏതാണോ ഇൻഡസ്ട്രിക്ക് റെലവൻ്റ് ആയിട്ടുള്ളത് ആ കോഴ്സുകളെ പ്രൊമോട്ട് ചെയ്യുകയും അതേപോലെ ഇൻറ്റേൺഷിപ്പ് പോലുള്ള പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്ത് എഡ്യൂക്കേഷനും ഇൻഡസ്ട്രിയും തമ്മിൽ കണക്റ്റഡ് ആണ്, രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിൽ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക. എസ്റ്റാബ്ലിഷ് ഏൺ വാല്യൂ ലേൺ സിസ്റ്റം ഇൻ ടു എഡ്യൂക്കേഷൻ. നമ്മളോട് ചോദിക്കാം ഏത് സ്കീമാണ് ഈ ഒരു ഇനീഷ്യേറ്റീവോടുകൂടി പ്രവർത്തിക്കുന്നത്. ലൈക്ക് ഏൺ വാല്യൂ ലേൺ, പഠനത്തോടൊപ്പം ജോലി എന്നുള്ള പഠനത്തോടൊപ്പം തന്നെ ഏൺ ചെയ്യുക എന്നുള്ള എയിമോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്കീം എന്ന് പറഞ്ഞാൽ അത് ശ്രേയസ് സ്കീമാണ്. സോ ഇത്തരത്തിലൊരു സിസ്റ്റം നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക്, എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഈ സ്കീമിൻ്റെ എയിമാണ്. ദെൻ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ബി ഓപ്പറേറ്റഡ് ഇൻ കൺജൻഷൻ വിത്ത് ദി നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീം. ഗവൺമെൻറ്റിൻ്റെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് പ്രൊമോഷൻ സ്കീമുണ്ട്, അതോടൊപ്പം ചേർന്നുകൊണ്ടായിരിക്കും ഈ ഒരു ഇനിഷ്യേറ്റീവ് വർക്ക് ചെയ്യുന്നത്. ദി സ്കീം വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ബൈ സെക്ടർ സ്കിൽ കൗൺസിൽ. സോ ലെറ്റ് മി ടെൽ യു, ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ആദ്യം പറയുന്നു. ശ്രേയസ് സ്കീം എന്താണ്? ശ്രേയസ് സ്കീമിൻ്റെ ഫുൾ ഫോമാണ് ഞാൻ പറയുന്നത്. ആദ്യം സ്കീം ഫോർ ഹയർ എഡ്യൂക്കേഷൻ യൂത്ത് ഇൻ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽ. സോ ബേസിക്കലി ഇതൊരു സ്കിൽ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവാണ്. ഹയർ എഡ്യൂക്കേഷനിലുള്ള വിദ്യാർത്ഥികളുടെ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയും സ്കിൽ ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യുകയും ചെയ്യുക. സോ എന്താണ് ഇതിൻ്റെ എയിം എന്ന് പറയുന്നത്? ഇംപ്രൂവിങ് എംപ്ലോയബിലിറ്റിയാണ്. ഹയർ എഡ്യൂക്കേഷനിലുള്ള കുട്ടികളുടെ എംപ്ലോയബിൾ സ്കിൽസ് അവർക്ക് കുറവാണെന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എംപ്ലോയബിലിറ്റി ഇവരുടെ ഇടയിൽ വളർത്തുക, അതിനുള്ള റെലവൻറ്റ് സ്കില്ല് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അതിനുവേണ്ടി ഇൻഡസ്ട്രി അതേപോലെ എഡ്യൂക്കേഷൻ അക്കാഡമിക് ഇൻഡസ്ട്രി ഒരു കൊളാബറേഷൻ നമുക്ക് ആവശ്യമാണ്. ഇവയെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യണം. അതോടൊപ്പം ഏൺ വാല്യൂ ലേൺ എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സിസ്റ്റം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കണം. ഇത്രയുമാണ് ശ്രേയസ് സ്കീം. ഓക്കെ, ക്ലിയർ അല്ലേ? ശ്രേയസ് എന്താണെന്ന് ഓർക്കുക, എന്താണ് ഈ സ്കീമിൻ്റെ ഉദ്ദേശം എന്ന് ഓർക്കുക. ദാറ്റ് വിൽ ബി റെലവൻറ്റ്. അത്രയും മാത്രം മതി നമുക്ക്. പക്ഷേ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, ഇതാണ് ആദ്യത്തെ സ്കീം. ലെറ്റ് മി മൂവ് ഓൺ ടു ദി സെക്കൻഡ് വൺ. സെക്കൻഡ് സ്കീം നീറ്റ് സ്കീമാണ്. നാഷണൽ എഡ്യൂക്കേഷൻ അലയൻസ് ഫോർ ടെക്നോളജി. ഇതാണ് നീറ്റ് സ്കീം. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ അഗെയിൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പോഴത്തെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി എന്ന് പറയുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണെന്നാണ് പറയുക, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്നല്ല. സോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ് ഈസ് ടു യൂസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടു മേക്ക് ലേണിംഗ് മോർ പേഴ്സണലൈസ്ഡ് ആൻഡ് കസ്റ്റമൈസ്ഡ് ആസ് പെർ ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ലേണർ. അതായത് ഈ ഒരു സ്കീം ടെക്നോളജി എഡ്യൂക്കേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള എയിമോട് കൂടിയാണ് നീറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ടെക്നോളജി ഇൻ ദി സെൻസ് നമ്മുടെ എഡ്യൂക്കേഷൻ ഫ്രെയിം വർക്കിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരിക. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഡ്യൂക്കേഷനിലേക്ക് വരുന്നത് വഴി പേഴ്സണലൈസ്ഡ്, ഓരോരുത്തർക്കും അവരവരുടെ നീഡിന് അനുസരിച്ചിട്ടുള്ള, അതേപോലെ അവർക്കായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള, നമ്മളുടെ ലേണിംഗ് പാറ്റേൺ പോലെ ആയിരിക്കണമെന്നില്ല രണ്ടാമതൊരാളുടെ, നമ്മളുടെ ടൈം ഫ്രെയിം പോലെ ആയിരിക്കണമെന്നില്ല രണ്ടാമതൊരാളുടെ. നമ്മൾ ചിലപ്പോൾ വിഷ്വൽ ലേണേഴ്സ് ആയിരിക്കും, മറ്റൊരാൾ ചിലപ്പോൾ ഓഡിറ്ററി ലേണർ ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഏത് രീതിയിലുള്ള ലേണിംഗ് ആണോ പ്രിഫർ ചെയ്യുന്നത് ആ രീതിയിലുള്ള ലേണിംഗ് എൻഷുർ ചെയ്യാൻ സാധിക്കണം. ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി സാധിക്കും. അതിനുവേണ്ടിയാണ് നീറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇതൊരു PPP സ്കീമാണ്. PPP ബേസ്ഡ് എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പോടുകൂടി ഗവൺമെൻറ് ഉണ്ടാവും, അതേപോലെ പ്രൈവറ്റ് പാർട്ടീസിൻ്റെയും പാർട്ണർഷിപ്പോട് കൂടി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്കീമാണ് നീറ്റ് സ്കീം. സോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഒരു ഫെസിലിറ്റേറ്ററായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ ആക്ട് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് HRD, ദാറ്റ് ഈസ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, വുഡ് ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ ടു എൻഷുർ ദാറ്റ് ദി സൊല്യൂഷൻസ് ആർ ഫ്രീലി അവൈലബിൾ ടു എ ലാർജ് നമ്പർ ഓഫ് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് സ്റ്റുഡൻസ്. സോ എയിം എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ടുവരിക, ടെക്നോളജിയെ കൊണ്ടുവരിക, അതുവഴി എഡ്യൂക്കേഷനെ ഓരോ ഇൻഡിവിജ്വലിനും ആക്സസബിൾ ആക്കി മാറ്റുക. അതായത് ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഈ പറയുന്ന സിസ്റ്റം എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ട് അവരിലേക്ക് എത്തണം. ദെൻ മിനിസ്ട്രി ഓഫ് HRD വുഡ് ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ നാഷണൽ നീറ്റ് പ്ലാറ്റ്ഫോം that would provide one step access to these technological solutions. ഇതിനു വേണ്ടി ഒരു വെബ്സൈറ്റ്, ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യും. ആ പ്ലാറ്റ്ഫോം വഴി ഈ ഡിഫറെൻറ്റ് എഡ്യൂക്കേഷണൽ പോർട്ടൽസിലേക്ക് നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ ഒരു വെബ്സൈറ്റ്, ഒരു പ്ലാറ്റ്ഫോം ദാറ്റ് വിൽ ബി ക്രിയേറ്റഡ്. അതുവഴി
നമുക്ക് ഒരു വൺ സ്റ്റോപ്പ് ആക്സസ് ആണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നമുക്ക് ആവശ്യമുള്ള എല്ലാ വെബ്സൈറ്റുകളും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ കിട്ടും. ആൻഡ് ഫൈനലി, എഡ്ടെക് കമ്പനീസ് വുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്പിംഗ് സൊല്യൂഷൻസ് ആൻഡ് മാനേജിങ് ദി രജിസ്ട്രേഷൻ ഓഫ് ലേണേഴ്സ് ത്രൂ നീറ്റ് പോർട്ടൽ. സോ ഇത്തരത്തിലൊരു പോർട്ടൽ വഴി ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ വിദ്യാർത്ഥികളിലേക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ലേണിംഗ് കുറച്ചുകൂടി പേഴ്സണലൈസ്ഡ് ആക്കുക. അപ്പോൾ ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കണം? എഡ്യൂക്കേഷനും ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിനായിരിക്കും. അവർ ഇത്തരത്തിലുള്ള പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് സഹായിക്കും. അതുവഴി ഒരു പ്രൈവറ്റ് പബ്ലിക് പാർട്ണർഷിപ്പോട് കൂടിയുള്ള ഇനീഷ്യേറ്റീവായിട്ടാണ് നീറ്റ് പ്ലാൻ ചെയ്തത്. സോ നീറ്റിനെ പറ്റി പറയുമ്പോൾ ആദ്യം നിങ്ങൾ ഓർക്കേണ്ട അതിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ എഡ്യൂക്കേഷൻ അലയൻസ് ഫോർ ടെക്നോളജി. നാഷണൽ എഡ്യൂക്കേഷണൽ അലയൻസ് ഫോർ ടെക്നോളജി. സോ ഈ അലയൻസ് എന്ന് പറയുന്നത് പബ്ലിക് പ്രൈവറ്റ് അലയൻസ് ആണ്. എന്താണ് എയിം? എയിം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ലേണിങ്ങിലേക്ക് കൊണ്ടുവരിക, അതുവഴി ലേണിംഗ് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കുക. ദാറ്റ് വിൽ ബി ഇനഫ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. മൂന്നാമത്തെ സ്കീം എക്യുപ്പ് ആണ്. എക്യുപ്പ്, എഡ്യൂക്കേഷൻ ക്വാളിറ്റി അപ്ഗ്രഡേഷൻ ആൻഡ് ഇൻക്ലൂഷൻ പ്രോഗ്രാം. എക്യുപ്പ് എന്താണ്? എഡ്യൂക്കേഷൻ ക്വാളിറ്റി അപ്ഗ്രഡേഷൻ ആൻഡ് ഇൻക്ലൂഷൻ പ്രോഗ്രാം. എന്താണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് എ 5-year വിഷൻ പ്ലാൻ. 5 വർഷം കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷൻ പ്ലാനാണ്. സോ ഇറ്റ് ഈസ് എ 5-year വിഷൻ പ്ലാൻ, ഫൈനലൈസ്ഡ് ആൻഡ് റിലീസ്ഡ് ബൈ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. HRD അല്ല, ഇപ്പോൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ദി 10 expert groups have suggested more than 50 initiatives that would transform the higher education sector completely. ഇപ്പോൾ നിലവിൽ അതിന് വേണ്ടി ഒരു 10 എക്സ്പേർട്ട് ഗ്രൂപ്പുകളെ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി. ഈ 10 എക്സ്പേർട്ട് ഗ്രൂപ്പുകൾ 50ഓളം ഇനീഷ്യേറ്റീവ്സ് 5 വർഷങ്ങൾക്കുള്ളിൽ ഹയർ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് എക്യുപ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഈ 50ഓളം ഇനീഷ്യേറ്റീവ്സിൽ ചില ഇനീഷ്യേറ്റീവ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ 50 ഇനീഷ്യേറ്റീവ്സ് വെച്ചുകൊണ്ട് there are 10 ഗോൾസ്. ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന 10 ബേസിക് ഗോൾസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കീ ഗോൾ എന്ന് പറയുന്നത് ഡബിൾ ദി ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ. നമ്മളോട് ഇത് തന്നെ ചോദിക്കാം. സോ നിലവിൽ ഹയർ എഡ്യൂക്കേഷനിലേക്ക് എൻറോൾ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇരട്ടിയാക്കുക 5 വർഷത്തിനുള്ളിൽ. ഇപ്പോൾ 1 ലക്ഷം പേരാണ് ഹയർ എഡ്യൂക്കേഷനിലേക്ക് ഇന്ത്യയിലേക്ക് വരുന്നതെങ്കിൽ അവരുടെ എണ്ണം 5 വർഷം കഴിയുമ്പോൾ 2 ലക്ഷമെങ്കിലും ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതാണ് ഫസ്റ്റ് എയിം. സോ ഹയർ എഡ്യൂക്കേഷൻ പ്രിഫർ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കൂട്ടുക. So double the gross enrollment ratio in higher education and resolve the geographically and socially skewed access to higher education institutions in India. Because നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ചില ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഹയർ എഡ്യൂക്കേഷനിൽ വരുന്നത്. ലൈക്ക് മെട്രോപൊളിറ്റൻ സിറ്റീസിലുള്ളവരോ അല്ലെങ്കിൽ അർബൻ ഏരിയാസിലുള്ളവരാണ് കൂടുതലായിട്ട് ഹയർ എഡ്യൂക്കേഷൻ പ്രിഫർ ചെയ്യുന്നത്. വേറാസ് റൂറൽ ഏരിയാസിലേക്ക് വരുമ്പോൾ ഹയർ എഡ്യൂക്കേഷനിൽ ആക്സസ് കുറവാണ്. അതേപോലെ സോഷ്യലി സ്ക്യൂഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവലൊക്കെ ആകുമ്പോൾ തന്നെ ഇവർ വർക്കിലേക്ക് പോകുന്നു, ജോബ് വേണമെന്നുള്ള രീതിയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ സോഷ്യലി ചില സെക്ടേഴ്സിൽ നമ്മൾ പറയുന്ന ബാക്ക്വേർഡ് ഏരിയാസിലൊന്നും ഹയർ എഡ്യൂക്കേഷൻ കൂടുതലായിട്ട് കാണുന്നില്ല. അപ്പോൾ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം? ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് ഫസ്റ്റ് എയിമായിട്ടാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഡബിൾ ദി ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ. നിലവിൽ എൻറോൾ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ഇരട്ടിയാക്കി നമുക്ക് 5 വർഷങ്ങൾക്കുള്ളിൽ മാറ്റാൻ സാധിക്കണം എൻറോൾമെൻറ്റ് റേഷ്യോ. രണ്ടാമതായിട്ട് പൊസിഷൻ അറ്റ്ലീസ്റ്റ് 50 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എമംഗ് ദി ടോപ്പ് 1000 ഗ്ലോബൽ യൂണിവേഴ്സിറ്റീസ്. സോ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത് കാണേണ്ടത് എന്താണ്? ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 1000 യൂണിവേഴ്സിറ്റികൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 50 എണ്ണമെങ്കിലും ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കണം. രണ്ടാമത്തെ ടാർഗറ്റ്. മൂന്നാമത്തെ ടാർഗറ്റ് ഡബിൾ ദി എംപ്ലോയബിലിറ്റി ഓഫ് സ്റ്റുഡൻസ് പാസിംഗ് ഔട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷൻ ക്ലിയർ ചെയ്ത് വരുന്ന സ്റ്റുഡൻസിനെ അവരെ എംപ്ലോയബിൾ ആക്കുക. ഇപ്പോഴെത്ര പേർക്കാണോ എംപ്ലോയ്മെൻറ്റ് കിട്ടുന്നത് അതിൻ്റെ റേഷ്യോ ഇരട്ടിയാക്കുക. അവസാനമായി അച്ചീവ് എ ക്വാണ്ടം ഇൻക്രീസ് ഇൻ ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ അത് ഇരട്ടിയാക്കാൻ ഇനീഷ്യേറ്റീവ്സ് എടുക്കുക. സോ ഇത്രയുമാണ് എക്യുപ്പിൻ്റെ ബേസിക് ഗോൾസ് എന്ന് പറയാം. അവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ്? എക്യുപ്പ് ടാർഗറ്റ് ചെയ്യുന്നത് ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി അപ്ഗ്രേഡേഷനാണ്. നിലവിലുള്ള ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിനെ വളർത്തി വലുതാക്കി ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എക്യുപ്പിൻ്റെ ടാർഗറ്റ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ലൈക്ക് ജോഗ്രഫിക്കലി സ്ക്യൂഡ് ആണ്,
അല്ലെങ്കിൽ സോഷ്യലി സ്ക്യൂഡ് ആണ്, ചില സെക്ടേഴ്സിൽ മാത്രം കിട്ടുന്ന രീതിയിലാണ് എഡ്യൂക്കേഷൻ നിൽക്കുന്നത്. അതൊക്കെ മാറി എഡ്യൂക്കേഷൻ ആക്സസ് കൂടുതൽ ആളുകളിലേക്ക് എത്തണം. അതോടൊപ്പം ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റീസിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ ലിസ്റ്റിലേക്ക് നമ്മുടെ യൂണിവേഴ്സിറ്റീസും വരണം. ഇത്തരത്തിലുള്ള ചേഞ്ചസ് ആണ് എക്യുപ് ടാർഗറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് എക്യുപ്. ഓക്കെ, 3 ലേറ്റസ്റ്റ് ആയിട്ടുള്ള 3 ഇനീഷ്യേറ്റീവ്സ് നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ഇനീഷ്യേറ്റീവ് ശ്രേയസ് ആണ്. ശ്രേയസ് എന്താണ്? സ്കിൽ ഡെവലപ്മെൻ്റ് ആണ്, ഹയർ എഡ്യൂക്കേഷനിലെ സ്കിൽ ഡെവലപ്മെൻറ്റ്. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് നീറ്റ് സ്കീമാണ്. നാഷണൽ എഡ്യൂക്കേഷൻ അലയൻസ് ഫോർ ടെക്നോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട സ്കീമാണ്. മൂന്നാമത് നമ്മൾ പറഞ്ഞത് എക്യുപ് ആണ്, ക്വാളിറ്റി അപ്ഗ്രഡേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിറ്റി അപ്ഗ്രഡേഷൻ ഫോർ ആൻഡ് ഇൻക്ലൂഷൻ പ്രോഗ്രാം. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യണം, അതോടൊപ്പം ക്വാളിറ്റിയും അപ്ഗ്രേഡ് ചെയ്യണം. ഇതാണ് മൂന്നാമത്തെ സ്കീം. നാലാമത്തെ സ്കീം ധ്രുവ്. ധ്രുവ് എന്ന് പറഞ്ഞാൽ ദി പ്രധാൻ മന്ത്രി ഇന്നൊവേറ്റീവ് ലേണിംഗ് പ്രോഗ്രാമാണ് ധ്രുവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ധ്രുവ് ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ബൈ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഓർ എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടു ഐഡൻറ്റിഫൈ ആൻഡ് എൻകറേജ് ടാലൻറ്റഡ് ചിൽഡ്രൻ ആൻഡ് എൻറിച്ച് ദെയർ സ്കിൽസ് ആൻഡ് നോളജ്. സോ നമ്മൾ ആക്ച്വലി ഈ ഒരു സ്കീം, ചില സ്കീമുകൾ ധ്രുവ് പോലുള്ള സ്കീമുകൾ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടല്ല. എന്നിരുന്നാൽ പോലും നമ്മളുടെ എഡ്യൂക്കേഷൻ സെക്ടറുമായി ബന്ധപ്പെട്ട പല സ്കീമുകളും എടുത്തു വയ്ക്കാറുണ്ട്. ധ്രുവും അത്തരത്തിലൊരു സ്കീമാണ്, അതുകൊണ്ട് അറിഞ്ഞിരിക്കണം. സോ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് കുട്ടികളെയാണ്. സോ ഈ ഇനീഷ്യേറ്റീവ് ആക്ച്വലി പ്രധാനമന്ത്രിയുടെ ഇന്നൊവേറ്റീവ് ലേണിംഗ് പ്രോഗ്രാമാണ്. എയിം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? കുട്ടികളുടെ, അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് അക്രോസ് ദിസ് കൺട്രി ഗിഫ്റ്റഡ് ചിൽഡ്രൻ വിൽ ബി മെൻറ്റേഡ് ആൻഡ് നേച്ചേർഡ്. അതായത് ചില സ്പെഷ്യൽ എബിലിറ്റീസ് ഉള്ള കുട്ടികൾ, ലൈക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നവർ, ഒരുപാട് ചിന്തിക്കാൻ സാധിക്കുന്ന, ഒരുപാട് ഓർത്തു വയ്ക്കാൻ കഴിയുന്നവർ, അങ്ങനെയുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈ ഗിഫ്റ്റഡ് ചിൽഡ്രനെ അവരുടെ ഏരിയയിൽ, ഏത് ഏരിയയിലാണോ എക്സ്പെർട്ടൈസ് ഉള്ളത് ആ ഏരിയയിൽ അവരെ ട്രെയിൻ ചെയ്ത് അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ എത്തിക്കുക എന്നുള്ളതാണ് ധ്രുവ് സ്കീം ടാർഗറ്റ് ചെയ്യുന്നത്. ലെറ്റ് മീ റിപ്പീറ്റ്, ദി സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് അക്രോസ് ദി കൺട്രി ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ഇൻ ദി സെൻസ് അവർക്ക് ആ ഒരു ഏരിയയിൽ എക്സ്പെർട്ടൈസ് ഉണ്ട്, അല്ലെങ്കിൽ ആ ഏരിയയിൽ കൂടുതൽ കാര്യങ്ങൾ അവരായിട്ട് തന്നെ കണ്ടെത്തുന്നുണ്ട്, ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ദേ വിൽ ബി മെൻറ്റേർഡ് ആൻഡ് നേച്ചേർഡ് ബൈ റിനൗഡ് എക്സ്പേർട്സ് ഇൻ ഡിഫറെൻറ്റ് ഏരിയാസ്. ആ ഒരു ഏരിയയിൽ ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് തന്നെ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു, ഇവരെ മെൻറ്റർ ചെയ്യിപ്പിക്കുന്നു. അതുവഴി സോ ദാറ്റ് ദേ ക്യാൻ റീച്ച് ദെയർ ഫുൾ പൊട്ടൻഷ്യൽ. അതുവഴി അവരെ അവരുടെ എബിലിറ്റിയുടെ മാക്സിമത്തിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് ധ്രുവ് സ്കീം. ഓക്കെ, ദി പ്രോഗ്രാം എയിംസ് ടു കവർ 2 ഏരിയാസ്, മെയിൻലി സയൻസും ആർട്ടും. സയൻസ് ആർട്ട് ഏരിയയിൽ നിന്നും എക്സ്പെർട്ടൈസ് കാണിക്കുന്ന, അല്ലെങ്കിൽ ഈ 2 ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഗിഫ്റ്റഡ് ആണെന്ന് തോന്നുന്ന കുട്ടികളെയാണ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. ദി പ്രോഗ്രാം ഈസ് ടു ബി ലോഞ്ച്ഡ് വിത്ത് ഫ്രം ദി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. സോ ISROയുടെ ഇനീഷ്യേറ്റീവോട് കൂടിയാണ്, ISROയുടെ സപ്പോർട്ടോട് കൂടിയാണ് ധ്രുവ് സ്കീം കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ധ്രുവ് എന്താണ്? ഗിഫ്റ്റഡ് ചിൽഡ്രനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവർ ഏത് ഏരിയയിലാണോ കൂടുതൽ എക്സ്പെർട്ടൈസ് കാണിക്കുന്നത് അവിടെ ആ ഏരിയയിലുള്ള റിനൗണ്ട് എക്സ്പെർട്സിനെ കൊണ്ട് മെൻറ്റർ ചെയ്യിപ്പിച്ച് അവരെ കൂടുതൽ ഫുൾ പൊട്ടൻഷ്യലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക. ഇതാണ് ധ്രുവ് ഇനീഷ്യേറ്റീവ്. ഓക്കെ, 4 സ്കീമുകളുടെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണോ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണോ? ബോത്ത് ദ സെയിം. രണ്ട് മിനിസ്ട്രി ഒന്ന് തന്നെയാണ്. ഓക്കെ, സോ ലെറ്റ് മീ മൂവ് ഓൺ. 5ാമത്തെ സ്കീം നിഷ്ത. നിഷ്ത എന്ന് പറഞ്ഞാൽ നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെൻറ്റ്. നാഷണൽ എഡ്യൂക്കേഷൻ ഇനീഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെൻറ്റ്. ഇത് ആക്ച്വലി സ്കൂൾ ഹെഡ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്, സ്കൂൾ ലെവൽ പ്രോഗ്രാമാണ്. പക്ഷേ ഇതിൻ്റെ പേര് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നിഷ്ത, ഇറ്റ് എയിംസ് ടു ബിൽഡ് കപ്പാസിറ്റീസ് ഓഫ് 42 lakh government teachers across the country. The basic objective is of this massive training program, NISTA, is to motivate and equip teachers to encourage and foster critical thinking in students. സ്റ്റുഡൻസിൻ്റെ തിങ്കിങ് എബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യുക, അതിനുവേണ്ടി ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യാനുള്ളൊരു പ്രോഗ്രാമാണ് നിസ്ത. ചോദിക്കുവാണെങ്കിൽ അത്രയും തന്നെ നമ്മളോട് ചോദിക്കും. ഇതൊരു ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ടാർഗറ്റ് ചെയ്യുന്നത് ടീച്ചേഴ്സിനെ എങ്ങനെ സ്റ്റുഡൻസിനെ കൊണ്ട് കൂടുതൽ ചിന്തിപ്പിക്കാം, അതിനുവേണ്ടി ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യിപ്പിക്കുക,
അല്ലെങ്കിൽ അവരെ എങ്ങനെ കുട്ടികളെ എൻകറേജ് ചെയ്ത് പുതിയ ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാം, എന്നിങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിനെ സപ്പോർട്ട് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ടീച്ചേഴ്സിന് മനസ്സിലാക്കി കൊടുക്കാനുള്ള പ്രോഗ്രാമാണ് നിസ്ത. സോ ഇവിടെ ഓർക്കേണ്ടത്, ഫുൾ ഫോം ഓർക്കുക, നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെൻറ്റ്. ആർക്ക് വേണ്ടിയാണ്? ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. ദാറ്റ് വിൽ ബി ഇനഫ്. ഓക്കെ, 5 സ്കീമുകൾ കഴിഞ്ഞു. 6ാമത്തെ സ്കീമിലേക്ക് പോകുന്നു. പരമാർഷ് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കീമാണ്. പരമാർഷ് എന്ന് പറയുന്ന സ്കീം ഉദ്ദേശിക്കുന്നത്, this scheme is for mentoring NAAC accreditation aspirant institutions to promote quality assurance in higher education. അതായത് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നാക്ക് കമ്പൽസറിയാണ്. നാക്കിൻ്റെ അക്രഡിറ്റേഷനോട് കൂടി മാത്രമേ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കാൻ സാധിക്കും, ആർട്സ് ഫീൽഡിൽ വരുമ്പോൾ. അങ്ങനെ വരുമ്പോൾ അവരുടെ PACO ലൈക്ക് പ്രൊവിഷണൽ അക്രഡിറ്റേഷനോ അല്ലെങ്കിൽ നോർമൽ അക്രഡിറ്റേഷനോ റെലവൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ അക്രഡിറ്റേഷന് വേണ്ടി ആസ്പയർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി ഒരു മെൻറ്റർ ആവശ്യമാണ്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളുടെ കോളേജാണ് അക്രഡിറ്റേഷന് പോകുന്നതെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാനും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ഒരു മെൻറ്റർ ആവശ്യമാണ്. അത്തരത്തിലൊരു മെൻറ്ററിങ് പ്രോഗ്രാമാണ് പരമാർഷ്. സോ this scheme will be operationalized through hub and spoke model, wherein a mentor institution, അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു ഏരിയയിൽ മുമ്പ് അക്രഡിറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ റീജിയനിലുള്ള നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അവർക്ക് ചാർജ് കൊടുത്തുകൊണ്ട് അവർ ഹബ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യും. സോ ദേ ആർ കോൾഡ് ഹബ്, ഈസ് സെൻട്രലൈസ്ഡ് ആൻഡ് വിൽ ഹാവ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഗൈഡിങ് മെൻറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ട ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഹബ്ബായിരിക്കും. ഓക്കെ, സോ മെൻറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്പോക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. ഹബ് ആൻഡ് സ്പോക്ക് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു മെൻറ്റർ മോഡൽ. എങ്ങനെയായിരിക്കണം നമ്മളുടെ കുട്ടികളിലേക്കുള്ള സ്കീമുകൾ, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഗ്രാംസ് കോളേജ് കണ്ടക്ട് ചെയ്യണം, ഏത് രീതിയിലാണ് നമ്മൾ സ്റ്റുഡൻറ്റ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യേണ്ടത്, സോഷ്യൽ ഔട്ട്റീച്ച് നടത്തേണ്ടത്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ആ ഏരിയയിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, ലൈക്ക് ഓൾറെഡി നാക്ക് A ഗ്രേഡോ A+ കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകാം, അവർ നമുക്കൊരു ഗൈഡൻസ് തരുന്നു പുതുതായിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ. അങ്ങനെ ഒരു മെൻറ്ററായി നിന്നുകൊണ്ട് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് പരമാർഷ് സ്കീം വഴി നമ്മൾ പറയുന്നത്. സോ പരമാർഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെൻറ്ററിങ് സ്കീം. ഈ മെൻറ്ററിങ് ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നാക്ക് അക്രഡിറ്റേഷൻ ആഗ്രഹിക്കുന്ന ആസ്പിരൻസിന് ഒരു മെൻറ്റർ, ആ നാക്ക് ഓൾറെഡി അക്രഡിറ്റ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി എക്സലൻസ് കാണിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും ഇവിടെ മെൻറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. അവിടെ ഉദ്ദേശിക്കുന്ന മോഡൽ എന്ന് പറയുന്നത് ഹബ് ആൻഡ് സ്പോക്കാണ്. മെൻറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഹബ്ബായിട്ടും അവരുടെ സപ്പോർട്ടോടുകൂടിയുള്ള സ്പോക്കായിട്ടും മെൻറ്റി ഇൻസ്റ്റിറ്റ്യൂഷനും ആക്ട് ചെയ്യുന്നു. ഇസ് ദാറ്റ് ക്ലിയർ? പരമാർഷ് സ്കീം, എനി ഡൗട്ട്സ്? ഓക്കെ, സോ നമ്മൾ 6 സ്കീമുകളെ പറ്റി പറഞ്ഞു. ഏതെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. പരമാർഷ് പറഞ്ഞു, നിശ്ത പറഞ്ഞു, ധ്രുവ്, എക്യുപ് ആൻഡ് നീറ്റ് ആൻഡ് ഫൈനലി ശ്രേയസ്. ഈ 6 സ്കീമുകളിൽ നമുക്ക് അത്ര റെലവൻസ് കൊടുക്കേണ്ടാത്തത് ധ്രുവിലാണ്. ധ്രുവിലും നിഷ്ഠയിലും നിങ്ങൾ അധികം റെലവൻസ് കൊടുക്കേണ്ട, എന്താണ് സ്കീമെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ബാക്കിയുള്ള എല്ലാ സ്കീമുകളും നമ്മൾ കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുത്ത് തന്നെ, അതായത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട സ്കീമുകളാണ്. ഓക്കെ, അടുത്ത സ്കീം ശകുൻ എന്ന് പറയുന്നത് യൂണിയൻ HRD മിനിസ്റ്റർ ലോഞ്ച് ചെയ്ത, അതായത് മിനിസ്ട്രി ഓഫ് HRDയുടെ ഭാഗമായിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ഓൺലൈൻ ജംഗ്ഷനാണ് ഫോർ സ്കൂൾ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയാം, ഓൺലൈൻ ജംഗ്ഷൻ എന്ന് പറയാം ശകുൻ. ഇറ്റ് ഈസ് വൺ ഓഫ് ദി വേൾഡ്സ് ലാർജസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഓൺലൈൻ ജംഗ്ഷൻ ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. ഇറ്റ് ഈസ് ആൻ ഓവർആർച്ചിങ് ഇനിഷ്യേറ്റീവ് ടു ഇംപ്രൂവ് സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം by creating a junction for all online portals and websites relating to various activities of Department of School Education and Literacy in Government of India and all states and union territories. So ഇന്ത്യയിലുള്ള സ്കൂളുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുക, എല്ലാ സ്കൂൾ എഡ്യൂക്കേഷനും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കീഴിൽ കൊണ്ടുവരിക. അതുവഴി ഉദ്ദേശിക്കുന്നത് സ്കൂളിന് വേണ്ട എല്ലാ ജേണൽസും വെബ്സൈറ്റ്സും ആക്സസ് ചെയ്യാനുള്ളൊരു ജംഗ്ഷനും, അതോടൊപ്പം ഓൺലൈൻ പോർട്ടൽ എന്നുള്ള രീതിയിൽ നിൽക്കുക, ദെൻ ഗവൺമെൻറ് കൊടുക്കുന്ന സപ്പോർട്ടും, ദെൻ അതോടൊപ്പം സ്റ്റേറ്റുകളുടെ ഇനീഷ്യേറ്റീവ്സും എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ അറിയാൻ വേണ്ടിയാണ് ശകുൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്.
സോ ഷഗുൻ എന്ന് പറയുന്നത് ഈസ് ആൻ ഓൺലൈൻ ജംഗ്ഷൻ ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ. ലോകത്തിൻ്റെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഓൺലൈൻ ജംഗ്ഷൻ എന്ന് പറയാം. ബിക്കോസ് ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളെയും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ജംഗ്ഷനായിട്ടാണ് ഷഗുൻ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, സോ 7 സ്കീമുകൾ നമ്മൾ പറഞ്ഞു. 8ാമത്തെ സ്കീമിലേക്ക് പോകും. ഒരു സെക്കൻഡ്. ഇത് തുറക്കല്ലേ? ഓക്കെ, ലെറ്റ്സ് കണ്ടിന്യൂ. 8ാമത്തെ സ്കീം ഉദയ്സ് പ്ലസ്. ഉദയ്സ് പ്ലസ് എന്ന് പറഞ്ഞാൽ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് ആണ്. യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ പ്ലസ് ടു എൻഷുർ ക്വാളിറ്റി, ക്രെഡിബിലിറ്റി ആൻഡ് ടൈംലി അവൈലബിലിറ്റി ഓഫ് ഇൻഫർമേഷൻ ഫ്രം ഓൾ സ്കൂൾസ് ഇൻ ദി കൺട്രി. ഉദയ്സും കണക്ട് ചെയ്യുന്നത് സ്കൂളുകളെ തമ്മിലാണ്. അതായത് ഡിസ്ട്രിക്ട് ബേസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. ആ ഡിസ്ട്രിക്റ്റിൻ്റെ കീഴിലുള്ള എല്ലാ സ്കൂളുകളെയും പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട്, അതായത് ഓരോ സ്കൂളിലും എത്ര സ്റ്റുഡൻസ് ഉണ്ട്, അവരുടെ ആക്ടിവിറ്റീസ് എങ്ങനെയാണ്, അതായത് കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ള ഒരു നെറ്റ്വർക്ക് എന്നുള്ള രീതിയിലായിരിക്കും ഉദയ്സും ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഉദയ്സ് പ്ലസ്. സോ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 2 സ്കീം, ഷഗുൻ ആയാലും ഉദയ്സ് പ്ലസ് ആയാലും, ഈ 2 സ്കീമും സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെ ഉദയ്സ് പ്ലസ് ഉദ്ദേശിക്കുന്നത് ഒരു ക്വാളിറ്റി, എല്ലാ സ്കൂളുകളിലും കൃത്യമായിട്ട് ക്വാളിറ്റി അഷ്വർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ക്രെഡിബിലിറ്റി അഷ്വർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എല്ലാ ഇൻഫർമേഷനും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെ അറിയാൻ വേണ്ടിയുള്ള ഒരു നെറ്റ്വർക്കാണ്. ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഡിസ്ട്രിക്ട് വൈസ് ഒരു ഡിസ്ട്രിക്റ്റിനകത്ത് വരുന്ന എല്ലാ സ്കൂളുകളെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ നെറ്റ്വർക്കാണ് ഉദയ്സ് പ്ലസ്. ഓക്കെ, സോ ഷഗുൻ എന്താണെന്ന് ഓർക്കുക, ദെൻ ഉദയ്സ് പ്ലസ്. ഇത് രണ്ടും ആക്ച്വലി കണക്ടിവിറ്റിയാണ്. ഷഗുൻ ഇന്ത്യയിലുള്ള ഒരു ഓൾമോസ്റ്റ് എല്ലാ സ്കൂളുകളെയും പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു വലിയ കണക്ടിവിറ്റി ആണെങ്കിൽ, ഉദയ്സ് പ്ലസ് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റമാണ്. നൗ ലെറ്റ്സ് മൂവ് ഓൺ. ഇവിടെ നമ്മൾ കണ്ട 2 എണ്ണം സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് സ്കൂൾ എഡ്യൂക്കേഷൻ ഏതാണ്, ഹയർ എഡ്യൂക്കേഷൻ ഏതാണ്. അതിൽ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്കീമുകളെ പറ്റി ജസ്റ്റ് അതിൻ്റെ അവയർനെസ് മതിയാകും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഹയർ എഡ്യൂക്കേഷൻ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞേ പറ്റൂ. അത്തരത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്കീമാണ് റൈസ്. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു സ്കീമാണ് റൈസ്. സോ വാട്ട് ഈസ് റൈസ്? റിവൈറ്റലൈസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഇതാണ് റൈസിൻ്റെ ഫുൾ ഫോം. റിവൈറ്റലൈസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. സോ ഇന്ത്യയിൽ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി, അതായത് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ ഫണ്ടുകളും ഇനി മൂവ് ചെയ്യേണ്ടത് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി വഴിയാണെന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നത്. സോ ഈ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസിയുടെ സ്കോപ്പ് റീസെൻ്റ്ലി എക്സ്പാൻഡ് ചെയ്തിരുന്നു. സ്കോപ്പ് വാസ് എക്സ്പാൻഡഡ് ടു മീറ്റ് ദി റൈസിംഗ് ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദി കൺട്രി. എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലും വേണ്ട ഫണ്ടിങ്, എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലും വേണ്ട ഫണ്ട് റിക്വയർമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ബോഡിയായിട്ട് HEFA മാറ്റിയിരുന്നു. The Cabinet Committee on Economic Affairs has approved the proposal for expanding the scope of Higher Education Financing Agency by enhancing the capital base to 10,000 crore and tasking it to mobilize rupees 1 lakh crore for revitalizing infrastructure and systems in education by 2022. So let me tell you, ഈ HEFA എന്ന് പറയുന്ന ഒരു ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസിയാണ്. ഈ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസിയുടെ ഒരു ഇനീഷ്യേറ്റീവാണ് റൈസ്. ഇങ്ങനെ ഓർക്കുക, ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി ഉണ്ട്, ഇവരുടെ ഒരു ഇനീഷ്യേറ്റീവാണ് റൈസ്. എന്താണ് ഈ ഇനീഷ്യേറ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിവിടെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, റീവൈറ്റലൈസിങ് ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെൻറ്റ് ആൻഡ് സിസ്റ്റംസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. സോ ഹയർ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, അതേപോലെ കണക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ്, ഇതെല്ലാം റൈസിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സോ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസിയുടെ ഒരു ഇനിഷ്യേറ്റീവാണ് ഇത്. റീസെൻ്റ്ലി ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് റൈസ് എന്നറിയപ്പെടും. 2022 കൂടി അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഇനിഷ്യേറ്റീവാണ്. ദെൻ ദി CCEA മിനിസ്ട്രിയാണ് ഹാസ് ഓൾസോ അപ്രൂവ്ഡ് ദാറ്റ് modalities for raising money from the market through government guaranteed modes and commercial borrowings. That is not relevant for us. അതായത് ഈ പറയുന്ന
ഇപ്പോൾ ഈ പറഞ്ഞ റൈസിനെ പറ്റി പറയുമ്പോൾ റൈസിന് എങ്ങനെ ഫണ്ട് കണ്ടെത്തണം അത് ആ കാര്യങ്ങളെ പറ്റിയാണ്, അതൊന്നും നമുക്ക് റെലവൻ്റ് അല്ല. ഇൻ ഓർഡർ ടു എക്സ്പാൻഡ് ദിസ് ഫെസിലിറ്റി ടു ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എസ്പെഷ്യലി ടു ദി ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റപ്പ് ആഫ്റ്റർ 2014, the central universities which have very little internal resources and the school education, health education infrastructure like AIMS, Kendriya Vidyalaya, the CCA has approved 5 windows for financing under HEFA. So let me tell you, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് HEFA ഫിനാൻസ് ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് ആക്ച്വലി നമുക്ക് റെലവൻ്റ് അല്ല. ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ ഇക്കണോമിക് അഫയേഴ്സ് ആണ് CCEA. ഈ ക്യാബിനറ്റ് കമ്മിറ്റി അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് റെലവൻ്റ് അല്ല. നമുക്ക് ആക്ച്വലി അറിഞ്ഞിരിക്കേണ്ടത് ഈ റൈസ് സ്കീം ആരുടെ സ്കീമാണെന്ന് ഓർക്കുക. റൈസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസിയാണ്. സോ ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസിയുടെ പർപ്പസ് എന്താ? ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസി എന്ന് പറയുന്നത് ഇന്ന് ഹയർ എഡ്യൂക്കേഷനിൽ ഫണ്ട് കണ്ടെത്താനുള്ള ബോഡിയാണ്. പക്ഷെ അവരുടെ പർപ്പസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഹയർ എഡ്യൂക്കേഷൻ മാത്രമല്ല എഡ്യൂക്കേഷൻ സെക്ടറിൽ വേണ്ട ഫണ്ട് കണ്ടെത്തുക എന്ന് പറയുന്നത് ഇന്ന് ഹയർ എഡ്യൂക്കേഷൻ ഫിനാൻസിങ് ഏജൻസിയുടെ പർപ്പസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിനുവേണ്ടി അവർക്ക് ക്യാപിറ്റൽ ബേസ് ഒക്കെ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതൊന്നും നമുക്ക് റെലവൻ്റ് അല്ല. അവർ ഇനീഷ്യേറ്റ് ചെയ്ത സ്കീമാണ് റീവൈറ്റലൈസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ എഡ്യൂക്കേഷൻ. അത് 2022 കൂടി അവർ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പ്ലാനാണ്. ഇത് പ്രകാരം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷനിലുള്ള കണക്ടിവിറ്റി ഡെവലപ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ലൈക്ക് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുക, ഹയർ എഡ്യൂക്കേഷനിൽ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഇഷ്യൂ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് റൈസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ. സോ റൈസിൻ്റെ ഫുൾ ഫോം ഓർക്കുക, എന്താണ് കൺസെപ്റ്റ് എന്ന് ഓർക്കുക. അടുത്ത സ്കീം ഇംപ്രസ് ആണ്. ഇംപ്രസ് മീൻസ് ഇമ്പാക്റ്റ്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസസ്. Impactful policy research in social sciences. Under the scheme, 1,500 research projects will be awarded for 2 years to support social science research in the higher education institutions and to enable research to guide policy making. The broad objective is to identify and fund research proposals in the social science with maximum impact on government and society. IMPRESS എന്ന് പറയുന്ന സ്കീം ICSSRൻ്റെ ഒരു ഇനീഷ്യേറ്റീവാണ്. അതായത് സോഷ്യൽ സയൻസ് റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇനീഷ്യേറ്റീവാണ്. ഈ സോഷ്യൽ സയൻസ് റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ഇപ്പോൾ സോഷ്യൽ സയൻസിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് പ്രകാരം 1500 റിസർച്ച് പ്രോജക്റ്റ് എങ്കിലും അടുത്ത 2 വർഷങ്ങൾക്കുള്ളിൽ സപ്പോർട്ട് ചെയ്യണം, ഗവൺമെൻറ് ഫണ്ട് ചെയ്യണം. ഇംപ്രസ് സ്കീം വഴി സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ് ഗവൺമെൻറ് പോളിസിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഗവർണൻസുമായി ബന്ധപ്പെട്ട സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രോജക്റ്റുകളുമായിട്ടാണ് റിസർച്ചേഴ്സ് വരുന്നതെങ്കിൽ അതിന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അത്തരം റെലവൻ്റ് ആയിട്ടുള്ള 1500 റിസർച്ച് പ്രോജക്റ്റ് എങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുക, അതിന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇംപ്രസിൻ്റെ എയിം. ഓക്കെ. സോ വാട്ട് ഈസ് ഇംപ്രസ്? ഇമ്പാക്റ്റ്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്. അതായത് നിലവിൽ ഗവൺമെൻറ്റിൽ റെലവൻ്റ് ആയിട്ടുള്ള അതേപോലെ ഗവർണൻസിലോ സൊസൈറ്റിക്കോ ഇമ്പോർട്ടൻസ് ഉള്ള രീതിയിലുള്ള പ്രോജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യുക, അതിന് വേണ്ട ഫിനാൻസിങ് കൊടുക്കുക. സോ അത്തരം റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുന്നത് അത്തരത്തിലുള്ള റിസർച്ചുകൾ രാജ്യത്ത് കണ്ടക്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതിനു വേണ്ടിയാണ് ഇംപ്രസ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓർത്തേക്കുക കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇംപ്രസ്. അടുത്ത 11ാമത്തെ സ്കീം സ്പാർക്ക് ആണ്. സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ. Scheme for Promotion of Academic and Research Collaboration. SPARK scheme aims at improving the research ecosystem of India's higher education institutions by facilitating academic and research collaboration between Indian institutions and best institutions in the world. So what is this scheme? ഈ സ്പാർക്ക് സ്കീം എന്ന് പറയുന്നതും റിസർച്ചുമായി ബന്ധപ്പെട്ടാണ്. ഫസ്റ്റ് തിങ്, എങ്ങനെയാണ് ഇത് റിസർച്ചുമായി കണക്ട് ചെയ്യുന്നത്? സോ ഇവിടെ ചെയ്യുന്നത് ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ലോകത്തുള്ള ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് കണക്ട് ചെയ്യുക. ഇവർ ഒരുമിച്ച് നിന്നുള്ള റിസർച്ചുകൾക്ക് കൂടുതൽ സപ്പോർട്ട് കൊടുക്കുക, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുക. ഇതാണ് സ്പാർക്കിൻ്റെ എയിം. ഓക്കെ, ഇതൊരു കൊളാബറേറ്റീവ് പ്രോഗ്രാമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ യൂണിവേഴ്സിറ്റീസും തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇവർ ഒരുമിച്ചുള്ള റിസർച്ച് പ്രപ്പോസൽസ് മുന്നോട്ട് കൊണ്ടുപോകുക. അങ്ങനെ അത്തരം റിസർച്ചിന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സ്പാർക്കിൻ്റെ എയിം. സോ
at a total cost of 418 crore for the implementation up to 2020 വരെയുള്ള ഡേറ്റയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പാർക്കിൻ്റെ കേസിൽ. ആൻഡ് ദി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഖരഗ്പൂർ is the national coordinating institute to implement സ്പാർക്ക് പ്രോഗ്രാം. IIT ഖരഗ്പൂർ ആണ് ഇതിൻ്റെ കോർഡിനേറ്റർ. ഇവരാണ് ഒരു ഇനീഷ്യേറ്റീവ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ദെൻ ഓൺലി സച്ച് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ക്യാൻ അപ്ലൈ വിച്ച് ആർ ഇൻ ദി ടോപ്പ് 100 NIRF റാങ്കിങ് ഓർ ടോപ്പ് 100 NIRF സബ്ജക്റ്റ് റാങ്കിങ്. ഇന്ത്യയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് ഉണ്ട്. നിലവിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്കിൽ ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റീസിന് മാത്രമാണ് ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഈ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഫോറിൻ യൂണിവേഴ്സിറ്റീസും കൊളാബറേറ്റ് ചെയ്തുകൊണ്ടുള്ള റിസർച്ച് പ്രപ്പോസൽസിന് ഫണ്ടിങ് ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് സ്പാർക്ക്. ഓക്കെ, 11 സ്കീമുകളായി. എല്ലാ സ്കീമുകളും കുറച്ച് കൺസെപ്ച്വലൈസ്ഡ് ആയതുകൊണ്ട് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പതുക്കെ പോകുന്നത്. സോ സ്പാർക്ക് എന്താണ്? സ്കീം ഫോർ പ്രൊമോഷൻ ഓഫ് അക്കാഡമിക് ആൻഡ് റിസർച്ച് കൊളാബറേഷൻ. ദെൻ ഇംപ്രസ്, ഇമ്പാക്റ്റ്ഫുൾ പോളിസി റിസർച്ച് ഇൻ സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൽ റെലവൻ്റ് ആയിട്ടുള്ള പോളിസി റിസർച്ചുകളെ സപ്പോർട്ട് ചെയ്യുക, അതിനുവേണ്ടിയുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ റൈസ്, റീവൈറ്റലൈസിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. മീൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആണ്. ഹയർ എഡ്യൂക്കേഷനിലെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ട ഫിനാൻഷ്യൽ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഉദയ്സ് പറഞ്ഞു സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ശകുനും സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. ദെൻ പരമാർഷ്, വാട്ട് ഇസ് ദാറ്റ്? ഒരു മെൻറ്റർ ഇൻസ്റ്റിറ്റ്യൂഷനെ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു മെൻറ്റി ഇൻസ്റ്റിറ്റ്യൂഷനെ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് നാക് അക്രഡിറ്റേഷൻ ആസ്പിരൻസ് ഇൻസ്റ്റിറ്റ്യൂഷനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു മെൻറ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവരെങ്ങനെയാണ് നാക് അക്രഡിറ്റേഷൻ നടത്തേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യണം തുടങ്ങിയിട്ടുള്ള സപ്പോർട്ടുകൾ അക്രഡിറ്റേഷൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പ്രൊവൈഡ് ചെയ്യും. ഇതാണ് പരമാർഷ്. എനി ഡൗട്ട്സ്? ഏതെങ്കിലും സ്കീം മനസ്സിലാവാതെ ഉണ്ടോ? എല്ലാം ക്ലിയർ ആണോ? കം അഗെയിൻ, ക്ലിയർ ആയില്ല. ഓക്കെ. ഏതെങ്കിലും പറയുന്ന ക്ലിയർ ആയില്ലെങ്കിൽ ചോദിക്കുക കേട്ടോ. സോ 12ാമത്തെ സ്കീമിലേക്ക് നമ്മൾ പോകുന്നു. ലീപ്പാണ്. ലീപ്പ് ഇങ്ങനെയുള്ള ഷോർട്ട് ഫോമുള്ള സ്കീമുകൾ നോർമലി UGC ചോദിക്കാറുണ്ട്. സോ വാട്ട് ഈസ് ലീപ്പ്? ലീഡർഷിപ്പ് ഫോർ അക്കാഡമിഷ്യൻസ് പ്രോഗ്രാം. It is a flagship leadership development training program. It is a 3-week flagship leadership development training program. അതിൽ 2 വീക്ക് ഡൊമസ്റ്റിക് ട്രെയിനിങ്ങും 1 വീക്ക് ഫോറിൻ ട്രെയിനിങ്ങും ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ സെക്കൻഡ് ലെവൽ അക്കാഡമിക് ഫംഗ്ഷണറീസ് in public funded higher education institutions. The implementation of LEAP program will be through 15 NIRF top ranked Indian institutions. Okay, അതായത് ലീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാക്കൽറ്റി ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഫാക്കൽറ്റി ട്രെയിനിങ് പ്രോഗ്രാമാണ്. ലീഡർഷിപ്പ് ഫോർ അക്കാഡമിഷ്യൻസ് പ്രോഗ്രാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഇവർക്ക് NIRF റാങ്കിങ്ങിൽ ഏറ്റവും ടോപ്പിൽ വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് ഫ്രെയിംവർക്കിൽ ഏറ്റവും ടോപ്പിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 15 റാങ്കിൽ വന്നിരിക്കുന്ന യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവിടെ ഉള്ള ഫാക്കൽറ്റീസിന് ഒരു ട്രെയിനിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ലീപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ആഴ്ച ഡൊമസ്റ്റിക് ട്രെയിനിങ്ങും 1 ആഴ്ച ഫോറിൻ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇത് ആക്ച്വലി പബ്ലിക് ഫണ്ടഡ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമാണ് ഈ ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ലീപ്പ്. ഓക്കെ, പ്രൊവൈഡ് ചെയ്യുന്ന ട്രെയിനിങ് ആർക്കാണ്? ഫോർ ടീച്ചേഴ്സ്, അക്കാഡമിഷ്യൻസ് ആണ്. ബേസിക്കലി എന്തിനു വേണ്ടിയാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്? ലീഡർഷിപ്പിൽ ഇംപ്രൂവ് ചെയ്യാം, ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2 വീക്ക് ഡൊമസ്റ്റിക് ട്രെയിനിങ്ങും 1 വീക്ക് ഫോറിൻ ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യും. NIRF 15 ടോപ്പ് 15 റാങ്ക്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമാകാൻ സാധിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ലീപ്പ്. അടുത്ത സ്കീം അർപ്പിതാണ്. ആനുവൽ റിഫ്രഷർ പ്രോഗ്രാം ഇൻ ടീച്ചിങ്. It is a major and unique initiative of online professional development of 15 lakh higher education faculty using the MOOCs platform സ്വയം വഴി കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. സ്വയം എന്താണെന്ന് നമുക്ക് പറയാം. അതായത് ഒരു ഇന്ത്യയിലെ മൂക്കാണ്, മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് കണ്ടക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് സ്വയം വഴി കണ്ടക്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ്, ഒരു ഇനീഷ്യേറ്റീവാണ് ആനുവൽ റിഫ്രഷർ പ്രോഗ്രാം ഇൻ ടീച്ചിങ്. ഇത് പ്രകാരം ഇന്ത്യയിലെ 15 ലക്ഷം
ഹയർ എഡ്യൂക്കേഷൻ ഫാക്കൽറ്റീസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എയിം. For implementing ARPID, 75 discipline-specific institutions have been identified and notified as National Resource Centers in the first phase. അതായത് 75 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഓരോ ഡിസിപ്ലിനും വേണ്ടി, ലൈക്ക് കൊമേഴ്സിന് വേണ്ടിയാണെങ്കിൽ കൊമേഴ്സിന്, ദെൻ സയൻസിന് മാനേജ്മെൻ്റ് ആണെങ്കിൽ മാനേജ്മെൻറ്റ്, അങ്ങനെ ഓരോ ഡിസിപ്ലിനും വേണ്ടി ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് 75 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 75 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും അർപ്പിത് സ്കീം ഏറ്റെടുത്ത് നടത്തുന്നത്. അതായത് ഈ അർപ്പിത് പ്രകാരമുള്ള റിഫ്രഷർ കോച്ചിങ് നടത്തുന്നത് ഇത്തരം ഡിസൈഡ് ചെയ്തിരിക്കുന്ന 75 ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. ഇവർ ടീച്ചേഴ്സിന് വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. അതാണ് അർപ്പിത് പ്രോഗ്രാം. ആൻഡ് ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് അർപ്പിത് കണ്ടക്ട് ചെയ്യുന്നത് സ്വയം വഴിയാണ്, സ്വയം പ്ലാറ്റ്ഫോമിലൂടെയാണ് അർപ്പിത് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അർപ്പിതും ലീപ്പും ക്ലിയർ ആണോ? ലീപ്പ് എന്താണ്? രണ്ടും ഫാക്കൽറ്റി ട്രെയിനിങ് ആണ്. ലീപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഡൊമസ്റ്റിക് ആൻഡ് ഫോറിൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്കീമാണ്. അത് NARFലെ ടോപ്പ് 15 റാങ്ക്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. വേറാസ് അർപ്പിത് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള 15 ലക്ഷം ഫാക്കൽറ്റീസിനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമാണ്. അതൊരു ഓൺലൈൻ കോഴ്സ് പോലെയാണ്. സോ അതുവഴി സ്വയം വഴിയാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നമ്മുടെ 14ാമത്തെ സ്കീം പ്രധാൻമന്ത്രി വിദ്യാലക്ഷ്മി കാര്യക്രം. സോ ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് പോർട്ടൽ ഫോർ സ്റ്റുഡൻറ് സീക്കിംഗ് എഡ്യൂക്കേഷൻ ലോൺ. സോ ഇന്ന് എഡ്യൂക്കേഷൻ ലോൺ സീക്ക് ചെയ്യുകയാണെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ആദ്യം വിദ്യാലക്ഷ്മി കാര്യക്രമിൽ രജിസ്റ്റർ ചെയ്യണം. ഈ ഒരു പോർട്ടൽ രജിസ്റ്റർ ചെയ്യണം. സോ ഇറ്റ്സ് എ ഫുള്ളി IT ബേസ്ഡ് സ്റ്റുഡൻറ് ഫിനാൻഷ്യൽ എയ്ഡ്സ് അതോറിറ്റി that has been proposed through Pradhan Mantri Vidya Lakshmi Karyakram. This initiative aims to bring on all banks providing education loans. So എല്ലാ ബാങ്കുകളും എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ബാങ്കുകളുടെയും ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കും. സോ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കയറി രജിസ്റ്റർ ചെയ്ത് ആ ബാങ്കുമായിട്ട് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്ത് ലോണിൻ്റെ റിക്വസിഷൻ മൂവ് ചെയ്യാം. ഇതാണ് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി കാര്യക്രമിൻ്റെ എയിം. സോ ഇതൊരു എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന പോർട്ടലാണ്. ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ബാങ്ക്സിനെയും ഈ ഒരു പോർട്ടലിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുവഴി നമുക്ക് ലോൺ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി കാര്യക്രമിൽ ചെന്നിട്ട് നമ്മൾ ഏത് കോഴ്സിനാണ് ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നമുക്ക് ബാങ്കിനെ കോൺടാക്ട് ചെയ്യാം, ബാങ്ക് വഴി ലോൺ എടുക്കാം. ഇതാണ് സ്കീം. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. ദെൻ അടുത്ത സ്കീം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എമിനൻസ് സ്കീം. നമ്മൾ മുമ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എമിനൻസിനെ പറ്റി പറഞ്ഞു, ഏറ്റവും ടോപ്പ് റാങ്കിൽ കൊണ്ടുവരാനൊക്കെ പറഞ്ഞു. സോ വാട്ട് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ്? The aim of this scheme is to bring higher education institutions selected as Institute of Eminence in the top 500 of the world's ranking in the next 10 years and in the top 100 eventually over time. So IOE scheme aim ചെയ്യുന്നത് ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വേൾഡ് റാങ്കിങ്ങിലെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുവരിക. അതായത് വേൾഡിലെ ഏറ്റവും ടോപ്പ് 500 യൂണിവേഴ്സിറ്റീസിൽ ഒരെണ്ണമാക്കി മാറ്റുക അടുത്ത 10 വർഷം കൊണ്ട്. അതിനുശേഷം ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ വേൾഡിലെ തന്നെ ടോപ്പ് 100 യൂണിവേഴ്സിറ്റീസിൻ്റെ ഉള്ളിൽ കൊണ്ടുവരിക. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് സ്കീം ടാർഗറ്റ് ചെയ്യുന്നത്. സോ ദി സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് സ്കീം ആർ, അതായത് ഇങ്ങനൊരു സ്കീം വരുന്നത് വഴി എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് സ്കീമിൽ പാർട്ടായി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഓട്ടോണമി കിട്ടും. ദേ ക്യാൻ അഡ്മിറ്റ് ഫോറിൻ സ്റ്റുഡൻസ് അപ് ടു 30% ഓഫ് അഡ്മിറ്റഡ് സീറ്റ്സ്. അതായത് 100 സ്റ്റുഡൻസിനെ അഡ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ 30% ഫോറിൻ സ്റ്റുഡൻസിനെ നമുക്ക് വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് ആയിക്കഴിഞ്ഞാൽ. ദെൻ രണ്ടാമതായിട്ട് ഫോറിൻ ഫാക്കൽറ്റി അപ് ടു 25% ഓഫ് ഫാക്കൽറ്റി സ്ട്രെങ്ത്. നമ്മുടെ ഫാക്കൽറ്റി സ്ട്രെങ്ത്തിൻ്റെ 25% ഫോറിൻ ഫാക്കൽറ്റീസിന് നമുക്ക് വയ്ക്കാം. ദേ ക്യാൻ ഓഫർ ഓൺലൈൻ കോഴ്സസ് അപ് ടു 20% ഓഫ് ദി പ്രോഗ്രാം. 20% പ്രോഗ്രാം ഓൺലൈനായിട്ട് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ അവർക്ക് ദേ ക്യാൻ എൻറ്റർ ഇൻ ടു അക്കാഡമിക് കൊളാബറേഷൻ വിത്ത് ടോപ്പ് 500 in the world ranking institution without the permission of UGC.
UGCയുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ ലോകത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അക്കാഡമിക് പ്രോഗ്രാംസ് ഓഫർ ചെയ്യാം. ദെൻ ദേ ആർ ഫ്രീ ടു ഫിക്സ് ഫീസ്. അതായത് ഫോറിൻ സ്റ്റുഡൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിലും ഫീ ഈടാക്കാം. അതിലൊന്നും ഗവൺമെൻറ് ഇൻ്റർവീൻ ചെയ്യില്ല. ബിക്കോസ് ദീസ് ആർ ഒരു ഏറ്റവും മുകളിൽ നിൽക്കുന്ന യൂണിവേഴ്സിറ്റീസിനെയാണ് നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് കൊടുക്കുന്നത്. സോ ദി ഫ്ലെക്സിബിലിറ്റി ഓഫ് കോഴ്സ് സ്ട്രക്ചർ in terms of number of credit hours and years to make a degree, complete flexibility in fixing curriculum, syllabus, etc. has been provided to IOE. അതായത് അവർക്ക് അവരുടെ കോഴ്സ് തീരുമാനിക്കുന്നതിനും ക്രെഡിറ്റ് അവേഴ്സ് തീരുമാനിക്കുന്നതിനും അതേപോലെ കരിക്കുലം സിലബസ് പോലുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതിന് പൂർണ്ണ അധികാരമാണ്. അവിടെ ഒന്നും UGC ഇൻ്റർവീൻ ചെയ്യില്ല. സോ ഇത്തരത്തിലൊരു ഗ്രേറ്റർ ഓട്ടോണമിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് ആയിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അതോടൊപ്പം each public institution selected as Institute of Eminence will be provided financial assistance up to ₹1,000 crores over a period of 5 years. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇങ്ങനെയുള്ള കേസിൽ യാതൊരു ഫണ്ടിങ്ങും കിട്ടില്ല. പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ 1000 കോടി രൂപ വരെ ഗവൺമെൻറ് സപ്പോർട്ട് എന്നുള്ള രീതി കിട്ടും. ഓക്കെ, സോ ഓർക്കുക എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് എന്ന് പറഞ്ഞാൽ NIRF റാങ്കിങ്ങിലൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഏറ്റവും ബെസ്റ്റ്. സോ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് ആക്കി മാറ്റുകയെന്ന് ഉദ്ദേശിക്കുന്നത് അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേൾഡ് റാങ്കിങ്ങിൽ തന്നെ ടോപ്പ് 500-നുള്ളിൽ വരിക അടുത്ത 10 വർഷത്തിനുള്ളിൽ, ഇവൻച്വലി ടോപ്പ് 100-നുള്ളിൽ വരിക. ഇതാണ് IOE ആകാനുള്ളൊരു ഗൈഡ് ലൈൻ. അതിനുശേഷം ഇങ്ങനെ IOE ആയിക്കഴിഞ്ഞാൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എമിനൻസ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഓട്ടോണമി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുകയാണ്, കൂടുതൽ അധികാരങ്ങൾ വിട്ടുകൊടുക്കുകയാണ്. ലൈക്ക് അവർക്ക് ഫോറിൻ സ്റ്റുഡൻസിനെ 30% വരെ അഡ്മിറ്റ് ചെയ്യാം, ഫോറിൻ ഫാക്കൽറ്റീസിനെ 25% വരെ അഡ്മിറ്റ് ചെയ്യാം, ഓൺലൈൻ കോഴ്സസ് ഓഫർ ചെയ്യാം, ദെൻ ഫോറിൻ കൊളാബറേഷൻസ് UGCയുടെ കൺസെൻറ്റ് ഇല്ലാതെ ചെയ്യാം, ദെൻ അവർക്ക് അവരുടേതായ ഫീസ് സ്ട്രക്ചർ ഡിസൈഡ് ചെയ്യാം, കോഴ്സുകൾ ഫ്രീ ആയിട്ട് ഡിസൈഡ് ചെയ്യാം, അതേപോലെ ക്രെഡിറ്റ് അവേഴ്സ് സ്വന്തമായിട്ട് തീരുമാനിക്കാം. ദെൻ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ 10,000 crores 5 വർഷത്തെ ടൈം പീരീഡിനിടയിലായിട്ട് ഗവൺമെൻറ് സപ്പോർട്ടായിട്ട് പ്രൊവൈഡ് ചെയ്യും. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഈ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ഉണ്ടാവില്ല. ഇതാണ് IOE, ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എമിനൻസ് സ്കീം. ഗോട്ട് ഇറ്റ്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. അടുത്തത് സമഗ്ര ശിക്ഷാ സ്കീം. സമഗ്ര ശിക്ഷാ സ്കീം. ദി സ്കീം is an overarching program for the school education sector extending from preschool to class 12th. The aim is to ensure inclusive and equitable quality education at all levels of school education. അതായത് ബേസിക്കലി ഇത് ടാർഗറ്റ് ചെയ്യുന്നത് സ്കൂൾ എഡ്യൂക്കേഷനെയാണ്. സ്കൂൾ എഡ്യൂക്കേഷനിലെ എല്ലാ ലെവലിലും, മീൻസ് പ്രീ സ്കൂൾ തൊട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള എല്ലാ ലെവലിലും ഉള്ള ക്വാളിറ്റി ഇമ്പ്രൂവ്മെൻറ്റ്, അതോടൊപ്പം എല്ലാ സെക്ടറിനെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ്, അതാണ് സമഗ്ര ശിക്ഷാ സ്കീം എയിം ചെയ്യുന്നത്. ഇറ്റ് എൻഫിസേജസ് ദി സ്കൂൾ ആസ് എ കണ്ടിന്യൂം ഫ്രം പ്രീ സ്കൂൾ, പ്രൈമറി, അപ്പർ പ്രൈമറി, സെക്കൻഡറി, സീനിയർ സ്കൂൾ ലെവൽസ് ആൻഡ് സബ്സ്യൂംസ് 3 erstwhile സെൻട്രലി സ്പോൺസേഡ് സ്കീംസ്: സർവ ശിക്ഷാ അഭിയാൻ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ. ഈ പഴയ സ്കീമുകളായിട്ടുള്ള സർവശിക്ഷാ അഭിയാൻ, അതേപോലെ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ആൻഡ് ടീച്ചർ എഡ്യൂക്കേഷൻ, ഇവയെ ചേർത്തിട്ടാണ് നമ്മളിപ്പോൾ കാണുന്ന സമഗ്ര ശിക്ഷാ അഭിയാൻ ക്രിയേറ്റ് ചെയ്തത്. സോ ഇവിടെ പർപ്പസ് ഇതാണ്, സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്യുക, എല്ലാ ലെവലിലുള്ള ആളുകളെയും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, സോ ബേസിക് എയിമായിട്ട് പറയാവുന്നത് ബ്രിഡ്ജിങ് ജെൻഡർ ആൻഡ് സോഷ്യൽ കാറ്റഗറി ഗ്യാപ്സ് in all levels of school education is one of the major objectives of this scheme. Gender equality ensure ചെയ്യുക, സോഷ്യൽ ഗ്യാപ്സ്, കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള റിലീജിയസ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്യാപ്പ് ഒന്നുമില്ലാതെ എല്ലാവരെയും എഡ്യൂക്കേഷൻ്റെ ഫ്രെയിം വർക്കിലേക്ക് കൊണ്ടുവരിക. ഇതാണ് സമഗ്ര ശിക്ഷാ സ്കീം എയിം ചെയ്യുന്നത്. സമഗ്ര ശിക്ഷ, എല്ലാവരെയും എഡ്യൂക്കേഷനിൽ പാർട്ടാക്കുക. ഓക്കെ, ദെൻ അടുത്ത സ്കീം ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞാണ് സർവശിക്ഷാ അഭിയാൻ. സോ സർവശിക്ഷാ അഭിയാൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലൈസിങ് എലമെൻ്ററി എഡ്യൂക്കേഷൻ അക്രോസ് ദി കൺട്രി. രാഷ്ട്രീയ ആവിഷ്കാർ അഭിയാൻ, വിദ്യാഞ്ജലി, ഇങ്ങനെയുള്ള പഴയ സ്കീമുകളെ ചേർത്തിട്ടാണ് സർവശിക്ഷാ അഭിയാൻ ക്രിയേറ്റ് ചെയ്തത്. സർവശിക്ഷാ അഭിയാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എലമെൻ്ററി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്.
So, Sarva Shiksha Abhiyan is implemented as a centrally sponsored scheme in partnership with the state government for universalizing elementary education across the country. എല്ലാ കുട്ടികളിലേക്കും ഇന്ത്യയിലുള്ള എല്ലാ കുട്ടികളിലേക്കും എലമെൻ്ററി എഡ്യൂക്കേഷൻ എത്തിക്കുക എന്നുള്ളതാണ് സർവ ശിക്ഷ അഭിയാൻ എയിം ചെയ്തത്. ബിക്കോസ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അത് എത്ര വയസ്സ് വരെയുള്ള കുട്ടികൾക്കായിരുന്നു ഫ്രീ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്? ഫണ്ടമെൻ്റൽ റൈറ്റ് ആയിട്ടുള്ളതെന്ന് പറയാമോ? ഓക്കെ, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 21A പ്രകാരം ദേ ഹാവ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി സർവശിക്ഷ അഭിയാന് കൂടുതൽ റെലവൻസ് വരുന്നത്. സോ ദീസ് പ്രൊവിഷൻസ് ഈസ് മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി നോംസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഫ്രീ എൻറ്റൈറ്റിൽമെൻറ്റ്സ് ഓഫ് മാൻഡേറ്റ് ബൈ ദി റൈറ്റ് ടു എഡ്യൂക്കേഷൻ to Free and Compulsory Education Act 2019. So, right of children to free education. Actually, സംഭവിച്ചതാണ് സർവശിക്ഷ അഭിയാൻ എയിം ചെയ്യുന്നത് എല്ലാ രീതിയിലുള്ള ഇൻ്റർവെൻഷനാണ്. പ്രൈമറി എഡ്യൂക്കേഷനിലേക്ക് എല്ലാ കുട്ടികളും എത്തണം. അതിനുവേണ്ടി പുതിയ സ്കൂളുകൾ ഓപ്പൺ ചെയ്യുക, ദെൻ കൺസ്ട്രക്ഷൻസ് നടക്കാനാണെങ്കിൽ കൺസ്ട്രക്ഷൻസ് നടത്തുക, ക്ലാസ് റൂംസ് ക്രിയേറ്റ് ചെയ്യുക, ടോയ്ലറ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ ടീച്ചേഴ്സിൻ്റെ പ്രൊവിഷനിങ് ക്രിയേറ്റ് ചെയ്യുക, ദെൻ പീരിയോഡിക് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുക, അക്കാഡമിക് റിസോഴ്സ് സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് പ്രൊവൈഡ് ചെയ്യുക, ദെൻ ലേണിംഗ് അച്ചീവ്മെൻറ്റിന് വേണ്ടിയുള്ള സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെ എല്ലാ ഏരിയയിലും ആക്ട് ചെയ്തുകൊണ്ട് സർവശിക്ഷ അഭിയാൻ്റെ ഭാഗമായിട്ട് തന്നെ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ മാക്സിമം ആളുകളെ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരണം. അതാണ് സർവശിക്ഷ അഭിയാൻ ടാർഗറ്റ് ചെയ്യുന്നത്. സോ എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്കിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ എലമെൻ്ററി എഡ്യൂക്കേഷനാണ്. എലമെൻ്ററി എഡ്യൂക്കേഷനിലേക്ക് കുട്ടികളെ കൊണ്ടുവരിക, അവരുടെ നമ്പർ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് സർവശിക്ഷ അഭിയാൻ്റെ ടാർഗറ്റ്. സമഗ്ര ശിക്ഷാ അഭിയാൻ എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനെയും പറ്റി പറയുന്നുണ്ട്. സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് എന്താ? ഒരു ലെവൽ മാത്രമാണ് എലമെൻ്ററി എഡ്യൂക്കേഷൻ. അവിടെ കൂടുതൽ കുട്ടികളെ എത്തിക്കുകയാണ് സർവശിക്ഷ അഭിയാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അടുത്ത സ്കീം രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ, RMSA, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. It aims to raise minimum level of education up to class 10 and universalize access to secondary education. അതായത് തൊട്ടുമുമ്പത്തെ സ്കീം നമ്മളോട് എന്താ പറഞ്ഞത്? സർവശിക്ഷ അഭിയാൻ എഡ്യൂക്കേഷൻ ഫ്രെയിംവർക്കിലേക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതാണ് സർവശിക്ഷ അഭിയാൻ. ഈ എഡ്യൂക്കേഷനെ 10ാം ക്ലാസ് വരെയെങ്കിലും മിനിമം കണ്ടിന്യൂ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഇന്ത്യയിലുള്ള ഒരു കുട്ടി എഡ്യൂക്കേഷൻ സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം. അതോടൊപ്പം 10ാം ക്ലാസ് ക്ലിയർ ചെയ്യുന്ന എല്ലാവർക്കും സെക്കൻഡറി എഡ്യൂക്കേഷനുള്ള ഓപ്പർച്യൂണിറ്റിയും പ്രൊവൈഡ് ചെയ്തിരിക്കണം. ടു എൻഷുർ ഗുഡ് ക്വാളിറ്റി സെക്കൻഡറി എഡ്യൂക്കേഷൻ വിത്ത് ദി ഫോക്കസ് ഓൺ സയൻസ്, മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ് ആൻഡ് റെഡ്യൂസ് ജെൻഡർ, സോഷ്യൽ റീജിയണൽ ഗ്യാപ്സ് ഇൻ എൻറോൾമെൻറ്റ്, ഡ്രോപ്പ് ഔട്ട്സ് ആൻഡ് ഇംപ്രൂവിങ് റിറ്റൻഷൻ. മുമ്പ് നമ്മൾ പ്രൈമറി എഡ്യൂക്കേഷനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാധ്യമിക് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മിഡിൽ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ അത് ചെയ്യുന്നത് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാനാണ്. ഓക്കെ, ലൈക്ക് അതിന് വേണ്ട സപ്പോർട്ടുകൾ, ജെൻഡർ ഡിസ്പാരിറ്റിയൊക്കെ ഒഴിവാക്കാൻ വേണ്ട സപ്പോർട്ടുകൾ എന്ന് പറയുമ്പോൾ അഡീഷണൽ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുക, ലാബോറട്ടറി ക്രിയേറ്റ് ചെയ്യുക, ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുക, ദെൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് റൂം, അങ്ങനെ ഹൈസ്കൂളിൽ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ ചെയ്യുന്നത്. ഓക്കെ, സെയിം തിങ്, രണ്ട് സ്കീമുകളും ഒന്നാണ്. സർവശിക്ഷ അഭിയാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രൈമറി എഡ്യൂക്കേഷനിലാണെങ്കിൽ, എലമെൻ്ററി എഡ്യൂക്കേഷനിലാണെങ്കിൽ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഹൈസ്കൂൾ എഡ്യൂക്കേഷനിലാണ്, സെക്കൻഡറി എഡ്യൂക്കേഷനിലാണ്. ഓക്കെ, ദെൻ അടുത്തത് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ. മുമ്പ് പറഞ്ഞ 3 സ്കീമുകളിലും നിങ്ങൾ അധികം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ കൺസെപ്റ്റ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. സമഗ്ര ശിക്ഷാ അഭിയാനായാലും സർവശിക്ഷാ അഭിയാനായാലും മാധ്യമിക് ശിക്ഷാ അഭിയാനായാലും കൺസെപ്റ്റ് ഈസ് ഇനഫ്. എന്നാൽ അടുത്ത സ്കീം കുറച്ചുകൂടി നമുക്ക് റെലവൻ്റ് ആണ്. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ, റുസ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് എ സെൻട്രലി സ്പോൺസേഡ് സ്കീം launched in 2013. It aims at providing strategic funding to state level higher education institutions based on their progress. 2013 ക്രിയേറ്റ് ചെയ്ത സ്കീമാണ്. സ്റ്റേറ്റ് ലെവലിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ അവർക്ക് വേണ്ട സ്ട്രാറ്റജിക് ഫണ്ടിങ് സപ്പോർട്ട്, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് റുസ പ്രൊവൈഡ് ചെയ്യുന്നത്. ദി കീ ഒബ്ജക്റ്റീവ്സ് ഓഫ് റുസ ആർ improve access, equity, quality in higher education through planned development of higher education at state level.
ഓരോ സ്റ്റേറ്റുകൾക്കും അവരുടേതായ ആ സ്റ്റേറ്റുകളിൽ ഏറ്റവും നല്ലോണം പെർഫോം ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. അതുവഴി സ്റ്റേറ്റ് ലെവലിലുള്ള എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. സെൻട്രൽ ഫണ്ടിങ് വരുന്നത് ഇവിടെ ഇൻ ദി റേഷ്യോ ഓഫ് 60-40 ആണ്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ് 40 രൂപയും 40% കോൺട്രിബ്യൂട്ട് ചെയ്യണം, സെൻട്രൽ ഗവൺമെൻറ് 60% കോൺട്രിബ്യൂട്ട് ചെയ്യും. സാധാരണ സ്റ്റേറ്റുകളാണെങ്കിൽ ലൈക്ക് കേരളം പോലുള്ള സ്റ്റേറ്റുകളാണെങ്കിൽ ഇത്തരത്തിലൊരു സപ്പോർട്ട് കൊടുക്കുമ്പോൾ, ഇപ്പോൾ കേരളത്തിലൊരു ഏറ്റവും നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു കോളേജ് എടുക്കുക, ഒരു യൂണിവേഴ്സിറ്റി എടുക്കുകയാണ്, അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിലായിരിക്കും റുസ സ്കീം ആക്ട് ചെയ്യുന്നത്. ഇവിടെ ഗവൺമെൻറ്റ്സ്, യൂണിയൻ ഗവൺമെൻറ് 60% സപ്പോർട്ട് ചെയ്യും, 40% സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യണം. അതേപോലെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണെങ്കിൽ, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഒക്കെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ആണ്. അവർക്ക് 90% അസിസ്റ്റൻസ് സെൻട്രൽ ഗവൺമെൻറ് ആയിരിക്കും, 10% ആ സ്റ്റേറ്റ് മുടക്കിയാൽ മതി. ഇനി യൂണിയൻ ടെറിട്ടറീസ് ആണെങ്കിൽ 100% സെൻട്രൽ ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഇതാണ് ഫണ്ടിങ് സപ്പോർട്ട് അണ്ടർ റുസ. ദെൻ ദി ഫണ്ട്സ് ഫ്ലോ ഫ്രം സെൻട്രൽ മിനിസ്ട്രി ത്രൂ ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ യൂണിയൻ ടെറിട്ടറീസ് ടു ദി ഹയർ സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ബിഫോർ റീച്ചിങ് ടു ദി ഐഡൻറ്റിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഫിനാൻഷ്യൽ സപ്പോർട്ട് ആദ്യം സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു യൂണിയൻ ഗവൺമെൻറ്, അവരിൽ നിന്നും സ്റ്റേറ്റ് ലെവലിലുള്ള ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ എത്തുന്നു, അവർ ഐഡൻറ്റിഫൈ ചെയ്ത ആ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഈ ഫണ്ട് പോകും. ഇതാണ് റുസ. സോ എഗെയിൻ ഇതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടാണ്? സ്ട്രാറ്റജിക് ഫണ്ടിങ് ആണ്. സ്ട്രാറ്റജിക് ഇൻ ദി സെൻസ് അവരുടേതായ ഏരിയയിൽ കൂടുതൽ എക്സ്പെർട്ടൈസ് ചെയ്യുക, കൂടുതൽ ലൈക്ക് എക്യുപ്പ് ചെയ്യാൻ വേണ്ടി എക്യുപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നോ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമോ അങ്ങനെയുള്ള ഫണ്ടിങ്ങിനൊക്കെ ഈ എമൗണ്ട് യൂസ് ചെയ്യാം. അതാണ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ. പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അന്ന് ചോദിച്ചിരുന്നത് റുസയുടെ ഫുൾ ഫോമാണ്. റുസ സ്റ്റാൻഡ്സ് ഫോർ രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ. ഗോട്ട് ഇറ്റ്? ഓക്കെ ഫൈൻ. നമ്മളുടെ 20ാമത്തെ സ്കീം ഉന്നത് ഭാരത് അഭിയാൻ, UBA. അഗെയിൻ വളരെ റെലവൻ്റ് ആണ് ഉന്നത് ഭാരത് അഭിയാൻ. So it aims at building institutional capacity in institutes of higher education in research and training relevant to the needs of rural India. റൂറൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ സപ്പോർട്ട്, റിസർച്ച് ആൻഡ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഉന്നത് ഭാരത് അഭിയാൻ എയിം ചെയ്യുന്നത്. സോ എന്താണ് ഈ സ്കീം എന്ന് ഞാൻ പറയാം. ആസ് എ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഓഫ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഇറ്റ് aims to link the higher education institution with a set of at least 5 villages. അതായത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് 5 വില്ലേജുകളുടെ ഉത്തരവാദിത്തം കൊടുക്കുക. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കണ്ടെത്തിയിട്ട് അവർക്ക് 5 വില്ലേജുകളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ വില്ലേജിൽ വേണ്ട കാര്യങ്ങളെല്ലാം ഇവർ ചെയ്തു കൊടുക്കണം. സോഷ്യൽ ഇൻക്ലൂഷൻ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി മനസ്സിലാക്കി അവർക്ക് എങ്ങനെയാണോ സോഷ്യലി അല്ലെങ്കിൽ ഇക്കണോമിക്കലി ബെനിഫിറ്റ് ആവുന്നത് അത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സ് എടുക്കുക എന്നുള്ളതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉത്തരവാദിത്തം. ഓക്കെ, സോ ഇറ്റ് എയിംസ് ടു ലിങ്ക് എന്താ ചെയ്യുന്നത്, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിത്ത് എ സെറ്റ് ഓഫ് അറ്റ്ലീസ്റ്റ് 5 വില്ലേജസ്, 5 വില്ലേജുകളെ എങ്കിലും ഈ ഇൻസ്റ്റിറ്റ്യൂഷനുമായി കണക്ട് ചെയ്യുക. സോ ദാറ്റ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദി economic and social betterment of these village communities using their knowledge base. അവരുടെ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ഈ വില്ലേജിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഇത് മനസ്സിലാക്കി അവരത് ചെയ്യുക. അതൊരു ഇനീഷ്യേറ്റീവ്, സോഷ്യൽ ഔട്ട്റീച്ച് ഇനീഷ്യേറ്റീവ് എന്നുള്ള രീതിയിൽ ഈ കോളേജുകൾക്കും ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും ഏറ്റെടുത്ത് ചെയ്യാവുന്നതാണ്. പ്രൊവൈഡ് റൂറൽ ഇന്ത്യ വിത്ത് പ്രൊഫഷണൽ റിസോഴ്സ് സപ്പോർട്ട് ഫ്രം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, സ്പെഷ്യലി ദോസ് വിച്ച് ഹാവ് അക്വയർഡ് അക്കാഡമിക് എക്സലൻസ് ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ്, എൻജിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആൻഡ് മാനേജ്മെൻറ്റ്. സോ ഏറ്റവും ബെസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, അത് സയൻസ് ഫീൽഡിലാകാം, എൻജിനീയറിംഗ് ആകാം, ടെക്നോളജി ആകാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ആകാം. ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് ഇത്തരത്തിൽ 5 വില്ലേജുകളെങ്കിലും ഏൽപ്പിക്കുന്നത് വഴി ആ വില്ലേജിൻ്റെ ഡെവലപ്മെൻറ്റിനും റൂറൽ സ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യാനും ഒക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അത് അവരെ ഏറ്റെടുത്ത് ചെയ്യുക. ഇതാണ് ഉന്നത് ഭാരത് അഭിയാൻ. നിലവിൽ ഈ ഉന്നത് ഭാരത് അഭിയാൻ്റെ 2.0 ഇസ് ലോഞ്ച്ഡ്. 2018 ലോഞ്ച് ചെയ്തത്. UBA 2.0 എന്നാണ് അറിയപ്പെടുന്നത്. ഉന്നത് ഭാരത് അഭിയാൻ 2.0 രണ്ടാമത്തെ പാർട്ട്. ഓക്കെ, എന്താണ് ആ സ്കീം എന്നുള്ളത് ക്ലിയർ ആയല്ലോ. 20 സ്കീമുകളായി. ഇനി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന 6 സ്കീമുകൾ കൂടിയാണ്. ഈ 20 സ്കീമുകളിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ?
ഓക്കെ, എല്ലാ സ്കീമുകളിലും ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതിൽ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്കീമുകളുണ്ട്. അവിടെയൊക്കെ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു അത്ര റെലവൻസ് കൊടുക്കേണ്ട, ജസ്റ്റ് ആ കൺസെപ്റ്റ് മാത്രം പറഞ്ഞാൽ മതി. എന്നാൽ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്കീമുകളെല്ലാം നിങ്ങൾ 100% കോൺസെൻട്രേറ്റ് ചെയ്യണം. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. യു വിൽ ഗെറ്റ് സച്ച് ക്വസ്റ്റ്യൻസ്, ഉറപ്പായിട്ടും കിട്ടും. ഉന്നത ഭാരത് അഭിയാനും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, യു വിൽ സീ ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ ഏരിയ എന്ന് തന്നെ പറയാം. സ്വയം എന്ന് പറയുന്നത് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് ആണ്. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്, അതാണ് സ്വയത്തിൻ്റെ ഫുൾ ഫോം. ഈസ് ആൻ ഇൻഡിജിനിയസ് IT പ്ലാറ്റ്ഫോം ഫോർ ഹോസ്റ്റിംഗ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്. അതായത് ഇന്ത്യയിലെ ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം. അതായത് നമുക്ക് ഇൻ കേസ് നമുക്കൊരു കോഴ്സ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്വയം സെർച്ച് ചെയ്യുക, ഓൺലൈനിൽ സ്വയം പ്ലാറ്റ്ഫോമിൽ കയറുക. അവിടെ ചെന്നതിന് ശേഷം ഒരുപാട് കോഴ്സുകൾ അവൈലബിൾ ആയിരിക്കും. നമുക്കതിൽ ഇഷ്ടമുള്ള ഒരു കോഴ്സ് ഫ്രീ ആയിട്ട് ചെയ്യാം. അതായത് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇൻ കേസ് നമുക്കതിനകത്തൊരു സർട്ടിഫിക്കേഷൻ വേണം, എക്സാം എഴുതി സർട്ടിഫിക്കേഷൻ വേണമെങ്കിൽ മാത്രമാണ് ഒരു ഫീ പേയ്മെൻറ്റ് വരിക. ഒരു എക്സാം ഫീ, നോമിനലായിട്ടുള്ള എക്സാം ഫീ അടയ്ക്കേണ്ടി വരും. അത് അടച്ചു കഴിഞ്ഞാൽ സ്വയം വഴി നമ്മളൊരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ ഒരു കോഴ്സിൽ നമുക്ക് സർട്ടിഫൈ ചെയ്യാനും സാധിക്കും. ഓക്കെ, ഇതാണ് സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. ഇൻഡിജിനിയസ് IT പ്ലാറ്റ്ഫോമാണ്, ഒരു MOOC പ്ലാറ്റ്ഫോമാണ്. സ്വയം ഈസ് ഡിസൈൻ ടു അച്ചീവ് 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ് ഓഫ് എഡ്യൂക്കേഷൻ പോളിസി. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണ് എഡ്യൂക്കേഷൻ പോളിസിയുടെ 3 കാർഡിനൽ പ്രിൻസിപ്പിൾസ്? ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി. ആക്സസ്, ഇക്വിറ്റി ആൻഡ് ക്വാളിറ്റി, ഇത് 3 എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് സ്വയം ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. ആക്സസ് ഇൻ ദി സെൻസ് എല്ലാവർക്കും ആക്സസ് വേണം എഡ്യൂക്കേഷനിൽ. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലാത്ത റൂറൽ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾക്കും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടുകൂടി എഡ്യൂക്കേഷൻ്റെ ഭാഗമാകാൻ സാധിക്കണം. അതാണ് ആക്സസ്. ദെൻ ഇക്വിറ്റി, എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്. ആൻഡ് ഫൈനലി ക്വാളിറ്റി, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിലെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫാക്കൽറ്റീസാണ് ഇവിടെ കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. IIT, IIMs ഒക്കെയാണ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ കോഴ്സുകൾ എല്ലാ ആളുകളിലേക്കും എത്തുക എന്നുള്ളതും സ്വയം പ്ലാറ്റ്ഫോമിൻ്റെ ഒരു എയിമാണ്. ഇറ്റ് ടാർഗറ്റ്സ് ദോസ് സ്റ്റുഡൻസ് who could not complete their studies and professionals who wish to upgrade their knowledge. എഡ്യൂക്കേഷൻ്റെ സ്കോപ്പിൽ വരാൻ സാധിക്കാതെ പോയ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതെ പോയ സ്റ്റുഡൻസിനും അതോടൊപ്പം കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ളൊരു വേദിയായിട്ട് സ്വയം ആക്ട് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഡൺ ത്രൂ ദി ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് IT പ്ലാറ്റ്ഫോം ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് ഹോസ്റ്റിംഗ് ഓഫ് all the courses taught in classrooms from 9th class till post graduation to be accessed by anywhere at any time. സോ 9ാം ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങി പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള കോഴ്സുകളൊക്കെ നമുക്ക് ഈ പറയുന്ന സ്വയം പ്ലാറ്റ്ഫോമിൽ കിട്ടും. അത് നമുക്ക് ഓൺലൈനിൽ കോഴ്സ് ചെയ്യാം. സോ അത് കോഴ്സ് ചെയ്യുന്നവരുണ്ടാവുമല്ലോ ഈ കൂട്ടത്തിൽ, അല്ലേ? ചെയ്യുന്നവരില്ലെങ്കിൽ ഉടനെ കോഴ്സുകൾ ചെയ്യുക. അത്രയും ഈസി ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് സ്വയം. അടുത്തത് സാക്ഷ്യം സ്കോളർഷിപ്പ് സ്കീം. സ്വയം പറഞ്ഞു, സ്വയം ഏതാണ്ട് 2018 ലോഞ്ച് ചെയ്തതിന് ശേഷം UGC ഏതാണ്ട് 4 വർഷങ്ങളിൽ പരീക്ഷ നടന്നിരിക്കുന്നതിൽ ഏതാണ്ട് 90% ടൈംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് സ്വയം. ഒന്നുകിൽ സ്വയത്തിൻ്റെ ഫുൾ ഫോം ആയിരിക്കും, അല്ലെങ്കിൽ സ്വയത്തെ പറ്റിയുള്ള അഡീഷണൽ ആയിട്ടുള്ള സ്വയം എന്താണ് എന്നുള്ള ക്വസ്റ്റ്യൻ ആകാം. മാസിക് ഓപ്പൺ ഓൺലൈൻ കോഴ്സാന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അടുത്തത് സാക്ഷ്യം സ്കോളർഷിപ്പ് സ്കീമാണ്. ദി സ്കീം വാസ് ലോഞ്ച്ഡ് ഇൻ 2014-15 with the objective of encouraging economically weaker, differently abled students to pursue technical education at a diploma and degree levels. അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്, ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസിൽ നിന്നുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഒരു സ്കോളർഷിപ്പ്, അതാണ് സാക്ഷ്യം. ഓക്കെ, സ്കീം എന്താണെന്ന് മാത്രം അറിഞ്ഞിരിക്കുക. ഇതൊരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ്. ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനാണ്. ദെൻ the scholarship amount of rupees 30,000 will be provided as tuition free reimbursement and 20,000 as a contingency allowance for 1,000 persons per annum. So 30,000 രൂപ ട്യൂഷൻ ഫീ ആയിട്ടും 20,000 രൂപ കണ്ടിജൻസി അലവൻസ് ആയിട്ടും 1000 സ്റ്റുഡൻസിന് കൊടുക്കുക എന്നുള്ളതാണ് സാക്ഷ്യം സ്കോളർഷിപ്പ് എയിം ചെയ്യുന്നത്. 2014-15 തൊട്ട് ഈ സ്കീമുണ്ട്. ദെൻ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക് സ്വയം പ്രഭയാണ്. സ്വയം നമ്മൾ പറഞ്ഞു, അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വയം പ്രഭ. സ്വയം പ്രഭ ഈസ് എ ഗ്രൂപ്പ് ഓഫ് 34 DTH ചാനൽസ് devoted to telecasting of high quality educational programs on
24/7 ബേസിസ് യൂസിങ് GSAT-15 സാറ്റലൈറ്റ്. അതായത് സ്വയംപ്രഭ എന്ന് പറയുന്നത് ടെലിവിഷൻ ചാനലാണ്, DTH ചാനലാണ്. ഈ ചാനലുകൾ വഴി എഡ്യൂക്കേഷൻ കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എയിം. എല്ലാ ദിവസവും എവറി ഡേ ദെയർ വിൽ ബി എ ന്യൂ കണ്ടന്റ് ഫോർ അറ്റ്ലീസ്റ്റ് 4 hours. 4 മണിക്കൂറെങ്കിലും പുതിയൊരു പ്രോഗ്രാം, പുതിയൊരു ഏരിയയെ പറ്റിയുള്ള ഡിസ്കഷൻ അല്ലെങ്കിൽ ടീച്ചിങ് ആ ഒരു ചാനലിലുണ്ടാവും. ഈ 4 മണിക്കൂറുള്ള കണ്ടന്റ് 5 തവണയെങ്കിലും ഒരു ദിവസം റിപ്പീറ്റ് ചെയ്യും. സോ ദാറ്റ് നമ്മളുടെ സമയ സൗകര്യം എപ്പോഴാണോ അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം കാണാൻ സാധിക്കും. എവറി ഡേ ദെയർ വിൽ ബി എ ന്യൂ കണ്ടന്റ് ഫോർ അറ്റ്ലീസ്റ്റ് 4 hours which would be repeated 5 times in a day, allowing students to choose the time of their convenience. നമ്മളുടെ കൺവീനിയൻസിനനുസരിച്ചുള്ള ടൈം വെച്ച് നമുക്കത് കാണാം. ഇൻഫർമേഷൻ ആൻഡ് ലൈബ്രറി നെറ്റ്വർക്ക്, ദാറ്റ് ഈസ് InflibNet, എ ഓട്ടോണമസ് ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഓഫ് UGC മെയിൻറ്റെയിൻസ് ദി വെബ് പോർട്ടൽ. അതായത് InflibNet ആണ് ഈ ഒരു പോർട്ടൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ദെൻ DTH ചാനലിൻ്റെ ഭാഗമായിട്ടുള്ളത് ഹയർ എഡ്യൂക്കേഷൻ ഉണ്ടാകാം, സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള കോഴ്സുകളുണ്ടാകാം. ദെൻ കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ലൈക്ക് നമ്മുടെ ജീവിതം മൊത്തം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ കോഴ്സസ്, അതേപോലെ ചില അസിസ്റ്റൻസ് കോഴ്സസ് ലൈക്ക് യു ക്യാൻ സേ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുന്ന കോഴ്സസും ഈ ഒരു സ്വയംപ്രഭ പ്ലാറ്റ്ഫോം വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വാട്ട് ഈസ് ദിസ്? ഇതൊരു DTH ചാനൽ പ്ലാറ്റ്ഫോം, DTH ചാനൽസ് ആണ്. 34 DTH ചാനലിൻ്റെ കോമ്പിനേഷനാണ് സ്വയംപ്രഭ. ഓക്കെ, അടുത്തത് ശാലദർപ്പൺ പോർട്ടൽ. ഇറ്റ് ഈസ് എ ഇ-ഗവേണൻസ് സ്കൂൾ ഓട്ടോമേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഓഫ് നവോദയ വിദ്യാലയ സമിതി. ഇറലവൻ്റ് ആണ്, നമുക്ക് അത്ര സിഗ്നിഫിക്കൻ്റ് ആണെന്ന് ഞാൻ പറയില്ല. ശാലദർപ്പൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് റിലേറ്റഡ് ആയിട്ടുള്ള പല നെയിംസും വരും. ശാലദർപ്പൺ എന്ന് പറയുന്നത് നവോദയക്കകത്തുള്ള ഇ-ഗവേണൻസ് പോർട്ടലാണ്. നവോദയ വിദ്യാലയ സമിതിയുടെ ഇ-ഗവേണൻസ് പോർട്ടലാണ് ശാലദർപ്പൺ. അത്രയും മാത്രം ഓർത്തേക്കുക. അടുത്തത് അസ്മിതയാണ്. ഓൾ സ്കൂൾ മോണിറ്ററിംഗ് ഇൻഡിവിജ്വൽ ട്രേസിംഗ് അനാലിസിസ്. ഓൾ സ്കൂൾ മോണിറ്ററിംഗ് ഇൻഡിവിജ്വൽ ട്രേസിംഗ് അനാലിസിസ് ആണ് അസ്മിത. അസ്മിത, ശാല അസ്മിത യോജന എന്ന് പറയും. എയിംസ് ടു ട്രാക്ക് ദി എഡ്യൂക്കേഷണൽ ജേർണി ഓഫ് ക്ലോസ് ടു 25 crore സ്കൂൾ സ്റ്റുഡൻസ് ഫ്രം ക്ലാസ് 1 to class 12 അക്രോസ് 15 lakh സ്കൂൾസ് ഇൻ ദി കൺട്രി. ഇന്ത്യയിലെ 15 ലക്ഷം സ്കൂളുകളിൽ പഠിക്കുന്ന ഏതാണ്ട് 25 കോടിയോളം സ്കൂൾസ് കുട്ടികളുടെ എഡ്യൂക്കേഷണൽ ജേർണിയെ അസസ് ചെയ്യാൻ, എഡ്യൂക്കേഷൻ ജേർണിയെ ട്രാക്ക് ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് അവർ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ആരാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എത്ര ആരാണ് പഠിപ്പിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, ഏത് സ്കൂളിലാണ്, എത്ര ലെവലാണ്, അവരുടെ കോഴ്സ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു പ്ലാറ്റ്ഫോമാണ് അസ്മിത. ഓക്കെ, so students will be tracked through their Aadhaar number, and in case those not having a unique number will be provided with it. ആധാർ യൂസ് ചെയ്തുകൊണ്ടാണ് കണക്ട് ചെയ്യുന്നത്. ആധാർ നമ്പർ ഇല്ലെങ്കിൽ ആധാർ കാർഡ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യും. ദിസ് ഓൺലൈൻ ഡേറ്റാബേസ് വിൽ ക്യാരി ഇൻഫർമേഷൻ അബൌട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇവിടെ? സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് ഉണ്ട്, ദെൻ എത്ര സ്റ്റുഡൻസ് എൻറോൾ ചെയ്തിട്ടുണ്ട്, അവരുടെ നമ്പേഴ്സ്, എത്ര കുട്ടികളുണ്ട്, അവരുടെ പേരുകളും ഡീറ്റെയിൽസും എല്ലാം അതിനകത്തുണ്ടാവും. മിഡ് ഡേ മീൽ സർവീസ് എടുക്കുന്ന കുട്ടികളുടെ ഡീറ്റെയിൽസ്, ദെൻ ലേണിംഗ് ഔട്ട്കംസ്, റിസൾട്ട്സ്, അതേപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, അവർക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അതേപോലെ ഒരുപാട് കാര്യങ്ങൾ, സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അത് പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു അസ്മിത യോജന, ശാല അസ്മിത യോജന എന്ന ഈ സ്കീം പ്രകാരം അപ്ലോഡ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഓൾ സ്കൂൾ മോണിറ്ററിംഗ് ഇൻഡിവിജ്വൽ ട്രേസിംഗ് അനാലിസിസ് ആധാർ കാർഡ് സപ്പോർട്ടോടു കൂടിയാണ് ഇവിടെ കുട്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അവസാനത്തെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അവസാനത്തെ സ്കീമാണ് ഗ്യാൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള സ്കീം. ഇവിടെ സ്റ്റാർ ഇട്ടേക്കാം. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. സോ വാട്ട് ഈസ് ഗ്യാൻ? ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക്സ്. It is intended to enlarge and deepen the interface of India's institutions of higher learning and globally recognized institutions of academic excellence. So, ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ ഹയർ ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് കണക്ട് ചെയ്യുക. ഇവർ തമ്മിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യുക. അവിടെയുള്ള ഫാക്കൽറ്റീസ് ഇന്ത്യയിൽ വന്ന് ക്ലാസ് എടുക്കുക. ഇതൊക്കെയാണ് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Under this, faculty from highly rated institutions abroad will visit India, interact and partner with their counterparts and with students and deliver specialized courses. ഫോറിൻ ഫാക്കൽറ്റീസ് ഇന്ത്യയിൽ വന്നിട്ട് നമ്മളുടെ കോളേജുകളിൽ വരുന്നു, നമ്മളുടെ കോളേജിലെ ഫാക്കൽറ്റീസുമായിട്ട് ഒരുമിച്ച് നിൽക്കുന്നു, അവരൊരുമിച്ച് കോഴ്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, സ്റ്റുഡൻസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. ദെൻ അത്തരത്തിൽ ഫോറിൻ ഫാക്കൽറ്റീസിൻ്റെ പെർസ്പെക്റ്റീവ് നമ്മളുടെ ഫാക്കൽറ്റീസിന് വരണം.
അതേപോലെ നമ്മളുടെ സ്റ്റുഡൻസിന് കൂടുതൽ ബെനിഫിറ്റ് കിട്ടണം. ഇതൊക്കെയാണ് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഗിയാൻ. 26 കോഴ്സുകളാണ്, 26 ഇനിഷ്യേറ്റീവ്സ് ആണ് നമ്മൾ പറഞ്ഞത്. 26 ഇനിഷ്യേറ്റീവ്സ് പെട്ടെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഗിയാൻ. ഗിയാൻ എന്ന് പറയുന്നത് ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ഓഫ് അക്കാഡമിക് നെറ്റ്വർക്ക്. ഇവിടെ ഫോറിൻ ഫാക്കൽറ്റീസ് നമ്മളുടെ രാജ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ വന്ന് ക്ലാസ് എടുക്കുന്നു. അതുവഴി ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ് അതാണ് എൻഷുർ ചെയ്യുന്നത്. ദെൻ രണ്ടാമതായിട്ട് അസ്മിത. സ്കൂൾ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടാണ് അവരുടെ എഡ്യൂക്കേഷൻ ജേണി പൂർണ്ണമായിട്ടും ട്രാക്ക് ചെയ്യാനുള്ള, മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിസ്റ്റം. അടുത്തത് ശാലദർപ്പണാണ്. നവോദയ വിദ്യാലയ സമിതിയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോമേഷൻ സിസ്റ്റം, നോട്ട് റെലവൻറ്റ്. ദെൻ സ്വയംപ്രഭ DTH ചാനൽസ് ആണ്, 34 DTH ചാനൽസ് ആണ് അതിൻ്റെ ഭാഗമായിട്ട് വരിക. ഓരോ ദിവസവും 4 അവരെങ്കിലും പുതിയ പ്രോഗ്രാംസ് ആയിരിക്കും. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പ്ലേ ചെയ്യുക എന്നുള്ളതാണ് അവർ എയിം ചെയ്യുന്നത്. ദെൻ സാക്ഷ്യം സ്കോളർഷിപ്പ് സ്കീം. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് അവർക്ക് കോഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് സാക്ഷ്യം പ്രൊവൈഡ് ചെയ്യുന്നത്. സ്വയം മൂക്ക് പ്ലാറ്റ്ഫോമാണ്. മൂക്ക് പ്ലാറ്റ്ഫോം ദെൻ എൻഷുർ ചെയ്യുന്നത് ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ്റെ കാർഡിനൽ പ്രിൻസിപ്പിൾസ് ആയിട്ടുള്ള ആക്സസ്, എക്വിറ്റി ആൻഡ് ക്വാളിറ്റി. ഉന്നത് ഭാരത് അഭിയാൻ. 5 വില്ലേജുകളെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് കണക്ട് ചെയ്യുക. ആ വില്ലേജിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ചെയ്യുക. രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ. ഇത് സെൻട്രലി ഒരു ഫണ്ടിങ് സ്കീമാണ്, സെൻട്രലി സ്പോൺസർഡ് ആയിട്ടുള്ള ഫണ്ടിങ് സ്കീമാണ്. ഈ സ്റ്റേറ്റ് ലെവലിലുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ട സ്ട്രാറ്റജിക് ഫണ്ടിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എയിം. ദെൻ രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ. അത് മിഡിൽ സ്കൂളുമായി ബന്ധപ്പെട്ട്, സെക്കൻഡറി സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സർവശിക്ഷാ അഭിയാൻ എലമെൻ്ററി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടാണ്. സമഗ്ര ശിക്ഷാ അഭിയാൻ മുമ്പ് പറഞ്ഞ 2 സ്കീമുകളെയും കണക്ട് ചെയ്തിട്ടുള്ള സ്കീമാണ് സമഗ്ര ശിക്ഷാ അഭിയാൻ. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എമിനൻസ്. ഏറ്റവും ടോപ്പ് റാങ്കുകളിൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ എത്തിക്കുക എന്നുള്ളതാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസിൻ്റെ ഭാഗമായിട്ട് വരിക. ദെൻ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി കാര്യക്രം എഡ്യൂക്കേഷൻ ലോൺ പ്രൊവൈഡ് ചെയ്യാനുള്ള സ്കീമാണ്. സോ ഇൻ കേസ് സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ ലോൺ വേണമെങ്കിൽ ഈ ഒരു പോർട്ടലിൽ കയറി രജിസ്റ്റർ ചെയ്യാം. അർപ്പിത് ആനുവൽ റിഫ്രഷർ പ്രോഗ്രാം ഇൻ ടീച്ചിങ്. സോ ടീച്ചേഴ്സിന് വേണ്ട റിഫ്രഷർ ട്രെയിനിങ് ആണ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് മൂക്ക് പ്ലാറ്റ്ഫോമായ സ്വയം വഴിയാണ്. ലീപ് ലീഡർഷിപ്പ് ഫോർ അക്കാഡമിഷ്യൻസ് പ്രോഗ്രാം. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടോപ്പ് റാങ്ക്ഡ് ആയിട്ടുള്ള 15 NIRF ടോപ്പ് റാങ്കിൽ വരുന്ന 15 ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള ഫാക്കൽറ്റീസിനാണ് ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നത്. 2 വീക്ക് ഡൊമസ്റ്റിക് ട്രെയിനിങ്ങും 1 വീക്ക് ഫോറിൻ ട്രെയിനിങ്ങുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്പാർക്ക് റിസർച്ച് കൊളാബറേഷനാണ് സ്പാർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ദെൻ ഇംപ്രസ് നമ്മുടെ പോളിസി റിസർച്ചുമായി ബന്ധപ്പെട്ട് നല്ല റിസർച്ച് പ്രപ്പോസൽസ് കൊണ്ടുവരിക, റിസർച്ച് പ്രോജക്റ്റുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. സോഷ്യൽ സയൻസിലെ റിസർച്ച് പ്രൊമോട്ട് ചെയ്യാനുള്ള പോളിസിയാണ് ഇംപ്രസ്. സ്പാർക്ക് നമ്മൾ പറഞ്ഞു, ഇംപ്രസ് പറഞ്ഞു. ദെൻ റൈസ് റീവൈറ്റലൈസിങ് എഡ്യൂക്കേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സിസ്റ്റംസ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. സോ ഇത് HEFAയുടെ ഒരു ഇനീഷ്യേറ്റീവാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഹയർ എഡ്യൂക്കേഷനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് എയിം. ഉദയ്സ് പ്ലസ് ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ നെറ്റ്വർക്കാണ്, സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ശകുൻ ഇന്ത്യ മൊത്തമുള്ള ഓൺലൈൻ ജംഗ്ഷനായിട്ടാണ് ശകുൻ ആക്ട് ചെയ്യുന്നത്. സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. പരമാർശ് നാക് അക്രഡിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് വേണ്ട ഗൈഡൻസ്, അതാണ് പരമാർശ് എയിം ചെയ്യുന്നത്. നിഷ്ത നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സ്കൂൾ ഹെഡ്സ് ആൻഡ് ടീച്ചേഴ്സ് ഹോളിസ്റ്റിക് അഡ്വാൻസ്മെൻറ്റ്, ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുകയാണ് സ്കൂൾ ടീച്ചേഴ്സിന്. ധ്രുവ് ഏറ്റവും സ്പെഷ്യലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള ചിൽഡ്രനെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരുടെ ഏരിയയിൽ വേണ്ട ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ധ്രുവ് സ്കീം. എക്യുപ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാമാണ്. 5 വർഷത്തെ വിഷൻ പ്ലാനാണ് ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് എയിം. നീറ്റ് സ്കീം നാഷണൽ എഡ്യൂക്കേഷൻ അലയൻസ് ഫോർ ടെക്നോളജി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് എയിം. അതുവഴി എഡ്യൂക്കേഷൻ കുറച്ചുകൂടി ഈസിയർ ആക്കുക. ആൻഡ് ഫൈനലി ശ്രേയസ് സ്കീം ഹയർ എഡ്യൂക്കേഷൻ യൂത്തിന് അവരുടെ അപ്രൻറ്റിഷിപ്പ് സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ളൊരു ഇനീഷ്യേറ്റീവാണ് ശ്രേയസ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആദ്യത്തെ ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. സോ ഇതെല്ലാം 2 ഏരിയയിലും ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ICTയുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സ് എന്നുള്ള രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിലും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹോപ്പ് യു ഗോട്ട് ഇറ്റ് റൈറ്റ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ലെക്ചർ, ഈ സൈക്കിളിലെ ആദ്യത്തെ ലെക്ചർ അവസാനിക്കുകയാണ്. സോ താങ്ക് യു എവരി വൺ. വീണ്ടും നമുക്ക് നാളെ കാണാം. ബൈ.